കാണുവാൻ സാധിക്കുന്നില്ല. എങ്കിലും പ്രിയമുള്ളവർക്ക് സാഹചര്യം അനുവദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നമ്മളെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയമുള്ളവരുടെ ആ ഒരു റെസ്പോൺസ് എനിക്ക് ആവശ്യമാണ്. ഈ സ്ക്രീൻ ഷെയർ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഫസ്റ്റ് ഒരു ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ പ്രിയമുള്ളവരും സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ചിരിച്ച മുഖത്തോടു കൂടിയിട്ട് ഒന്ന് ആയിരിക്കുന്നുവെങ്കിൽ ഒത്തിരി സന്തോഷവും. ഞാനിപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ ഈ ബൈബിൾ സ്റ്റഡി പലപ്പോഴും നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ ഗൗരവത്തിൽ നമ്മളിരിക്കേണ്ട, ഗൗരവമുള്ള വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു രീതി അനുസരിച്ച് അതൊന്ന് തുടക്കത്തിൽ പറഞ്ഞ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്തിന് അതിൻ്റെ നോട്ടുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർക്ക് അത് കണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ചിരിച്ച മുഖത്തോടൊക്കെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുമോ. അപ്പോൾ എല്ലാവരുടെയും നമ്മൾ സാധാരണ ബൈബിൾ സ്റ്റഡിക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മെയിൻ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ബുക്കും ബൈബിളും ഒക്കെ ഉള്ളവരൊന്ന് ആ ബുക്കും ബൈബിളൊക്കെ ഒന്ന് ക്യാമറയിൽ ഒന്ന് കാണിക്കാമോ? മെയിൻ സ്വപ്നം ചെയ്യുന്നു. അത് എന്നാന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു എൻകറേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ വളരെ താല്പര്യത്തോടെ വളരെ പ്രാർത്ഥനയോടെ ഈ ഒരു സ്റ്റഡിയിലായിരിക്കുമ്പോൾ എല്ലാ പ്രിയമുള്ളവർക്കും ക്യാമറയൊക്കെ ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലോട്ട് നമ്മൾ കടക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ എൻ്റെ ഒരു പേജിൽ നിങ്ങൾക്കൊരു കാര്യം കാണുവാൻ സാധിക്കും, ഡോണ്ട് മേക്ക് മീ മ്യൂട്ട്. അല്പസമയത്തേക്ക് ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മ്യൂട്ട് ചെയ്യരുത്. അത് തമാശ രൂപേണ ഞാൻ പറഞ്ഞൊരു കാര്യം. ഞാൻ ഈ ഒരു സമയത്ത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നമ്മൾ ആരാണ് എന്നൊരു കാര്യം ഒറ്റ വാക്കിൽ പറയുവാൻ ഒരു അവസരം നൽകിയാൽ പ്രിയമുള്ളവർക്ക് എന്തുവാണ് പറയാൻ പറ്റും? ഞാൻ ആരാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു ചോദ്യം വന്നാൽ എങ്ങനെയായിരിക്കും പ്രിയമുള്ളവർക്ക് പറയുവാൻ സാധിക്കുക? ഒന്ന് ആർക്കെങ്കിലും അതിന് സാഹചര്യം അനുവദിക്കുന്ന പ്രിയമുള്ളവർക്ക് നിങ്ങളുടെ മ്യൂട്ടുകളെ ഒന്ന് മാറ്റിയിട്ട് പറയുവാൻ സാധിക്കുമോ? ഞാൻ ആരാണ് എന്നൊരു കാര്യം വളരെ വേഗത്തിൽ നമുക്കൊന്ന് മുന്നോട്ടേക്ക് കടന്നു പോകാം. ഒന്ന് സംസാരിക്കുവാൻ കഴിയുമെങ്കിൽ ഒന്ന് പറയാമോ? നമ്മൾ ചൈൽഡ് ഓഫ് ഗോഡ്. മറ്റു ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാറ്റിലും കൂടെ അത് യൂസ് ചെയ്യാം. കാരണം ഒരു സ്റ്റാർട്ടിങ് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ട് വരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിലെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അപ്പോൾ പറയാൻ പറ്റും. ഒരു ഉത്തരം വന്നു ചൈൽഡ് ഓഫ് ഗോഡ്. മറ്റെന്തെങ്കിലും ഉത്തരം ഒന്ന് പറയാമോ? നമ്മുടെ ജോബ് വെച്ചിട്ട് ഒന്ന് നമ്മുടെ ടൈറ്റിൽ ഒന്ന് പറയാൻ പറ്റും. ജോബ് വെച്ചിട്ട് ഞാനിപ്പോൾ ആസ് എ പാസ്റ്റർ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും. അതേപോലെ നമ്മുടെ ജോബ് ടൈറ്റിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? വളരെ വേഗത്തിലൊന്ന് പ്രതികരിക്കാമോ? നേഴ്സാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉത്തരവുള്ള ഒന്ന് പറയാൻ പറ്റുമോ? ഇവിടെയും കൂടെ നമ്മളിത് കഴിഞ്ഞ് നമ്മൾ മെയിൻ ആ ടോപ്പിക്കിലോട്ട് കിടക്കാൻ പോകും. അതിന് മുമ്പ് നിങ്ങളുടെ ഒരു മൈൻഡ് എനിക്ക് കൃത്യമായിട്ട് കിട്ടണം. അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം തുടക്കത്തിൽ ഇങ്ങനൊരു കാര്യമായിട്ട് സംസാരിക്കുന്നത്. നേഴ്സുണ്ട്, പാസ്റ്ററുണ്ട്, പിന്നെ വേറെ എന്തോ ഉള്ളത് പ്രിയമുള്ളവരെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്ന ഹൗസ് വൈഫാണ്. ഓക്കെ. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? ലാബ് ടെക്നീഷ്യൻ. ഓക്കെ. ഇനി ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. കുറേ ഉത്തരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഈ പൊസിഷൻസ് എല്ലാം എടുത്തുകൊണ്ട് പോയാൽ ഈ പൊസിഷൻസ് ഒന്നും നമുക്ക് ഇല്ലേൽ നമ്മൾ ആരായിരിക്കും? ഇപ്പം നേഴ്സ് എന്ന് പറഞ്ഞു, ലാബ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞു, ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു, പാസ്റ്റർ എന്ന് പറഞ്ഞു. ഈ നമ്മുടെ ടൈറ്റിൽ മാറിയാൽ എന്തുമായിരിക്കും? പ്രിയമുള്ളവരെ കുറച്ച് ടൈം എനിക്കൊന്ന് എൻ്റെ കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കണം. അതിനുശേഷമേ ഞാൻ അതിലൂടെ കടക്കുന്നത്. കാരണം ഇതെല്ലാം വളരെ ആ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ ടൈറ്റിലൊക്കെ എടുത്തു പോയാൽ നമ്മൾ ആരായിരിക്കും? ടൈറ്റിലൊക്കെ എടുത്തു പോയാൽ നമ്മൾ കേവലം മനുഷ്യരായിരിക്കും അല്ലേ? നമുക്ക് വേറെ പ്രത്യേകിച്ച് ടൈറ്റിലൊന്നും ഉണ്ടാകത്തില്ല. പ്രിയമുള്ളവർ എന്നെ അത് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ടൈറ്റിൽ എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ആരായിരിക്കും? നമുക്ക് പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി ഉണ്ടാകത്തില്ല. അപ്പം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലൂടെ ഞാൻ ആ ഒരു FS ലേഖനത്തിലൂടെ കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരു ഡാർക്കായിട്ടുള്ള ഒരു മുറിയിലാണ് എന്ന് ചിന്തിക്കുക. എല്ലാവരും ചിന്തിച്ചു എന്ന് ഞാൻ ചിന്തിക്കുക. ഇവിടെ കുറഞ്ഞ ആളുകളുടെ മുഖം മാത്രം എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതോടെ എനിക്ക് അധികം ഫേസും കാണാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്ന് ചിന്തിച്ച്, എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുമോ? പോസിബിൾ ആണെങ്കിൽ കണ്ണുകളൊക്കെ ഉള്ള പ്രിയമുള്ളവർ കണ്ണുകളൊക്കെ ഒന്ന് അടച്ചാട്ടെ, എന്നിട്ട് ഒന്ന് ചിന്തിച്ചാട്ടെ. ഞാനൊരു ഡാർക്ക് റൂമിലാണ്. ഒന്ന് ചിന്തിക്കാൻ പറ്റൂ. ഈ ഡാർക്ക് റൂം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന കാര്യം എന്തുവാ? ഒന്ന് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇനി കണ്ണ് തുറന്ന് കുഴപ്പമില്ല. ഒന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്ന് ഇൻട്രാക്റ്റീവായിട്ട് നിൽക്കണം. പറഞ്ഞാട്ടെ. ഈ ഡാർക്ക് എന്ന് കേൾക്കുമ്പോൾ ഒരു ഇരുട്ടോ, നമുക്ക് എന്തോ ഇരുട്ട്. നമ്മൾ ആ ഡാർക്ക് റൂമിലിരിക്കും. നമ്മുടെ ഫീലിങ്സ് എന്തുവായിരിക്കും?
ഓക്കെ, വേറെ എന്തെങ്കിലും ഞാനൊരു ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർക്ക് പറയാൻ പറ്റും വേറെ എന്തൊക്കെ ഫീലിങ്സ് നമുക്ക് വരുമോ? നമ്മളൊരു ഒറ്റപ്പെടുന്ന പോലെ തോന്നാറുണ്ടോ? നമ്മൾ വല്ലാതെ ഒറ്റപ്പെട്ടു, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരത്തിൽ നമ്മൾ ആയിരിക്കുമെന്ന് ആ ഒരു രീതിയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുമല്ലേ? ചില സമയത്ത് നമ്മുടെ കൺട്രോളൊക്കെ നമുക്ക് പോകും. നമുക്ക് ചില ആളുകൾക്ക് ഇരുട്ട് പേടിയാണ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഇമേജ് കൂടെ വെച്ചിട്ടുണ്ട്. ഒരു ഇരുട്ടായിട്ടുള്ള ഒരു മുറിയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വെളിച്ചമുള്ള മുറിയും. അപ്പോൾ ഈ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരുമ്പോൾ അവിടെ എന്ത് വരും? ഒരു ക്ലാരിറ്റി വരും അല്ലേ? നമ്മുടെയൊക്കെ ചില വിഷയത്തിനകത്ത് ദൈവം ആ ഒരു രീതിയിൽ ചില ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് അപ്പോൾ ഈ ഇരുട്ടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തുണ്ടാകും? ഒരു സന്തോഷം ഉണ്ടാകുമല്ലേ? സന്തോഷമുണ്ടോ? ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വന്ന കാര്യമാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇല്ലസ്ട്രേഷൻ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലൈഫിൻ്റെ അകത്ത് അവിടെ പറഞ്ഞൊരു കാര്യം, ഞാനൊരു ചെറിയൊരു കോട്ട് പറഞ്ഞ് അതിലൂടെ ഈ ഒരു സ്റ്റഡീസിലൂടെ ഞാൻ കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഒരിക്കലും ഇരുട്ടിൽ നടന്ന ആളുകൾ ഇപ്പോൾ ദൈവത്തിൻ്റെ സത്യപ്രകാശത്തിൽ നടക്കുന്നു. അതാണ് എഫേസ്യ ലേഖനത്തിൻ്റെ മൊത്തത്തിലുള്ള കൺക്ലൂഷൻ. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഈ കൺക്ലൂഷന് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ഒരു ബൈബിൾ സ്റ്റഡിക്ക് വന്നത്? അല്ല, നമ്മൾ വന്നത് എന്തിനാ? ഇനി പറയുന്ന കാര്യം അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്റ്റഡി കൊണ്ട് എന്തുണ്ടാകുന്നത്? ഒരു അർത്ഥം ഉണ്ടാകുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഒരു കാര്യം, നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു, ഒരു ടൈറ്റിൽ നമുക്കുണ്ട്. ആ ടൈറ്റിൽ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ആ ഇല്ലുസ്ട്രേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു ഡാർക്ക് റൂം പ്രിയമുള്ളവർക്ക് കാണിച്ചു തന്നു. അതിനുശേഷമായിട്ടൊരു വെളിച്ചം അതിലോട്ട് വരുന്ന ഒരു തലത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായി തീർന്നു. ഈ കാര്യങ്ങളിലൂടെ നമ്മൾ ഇനി മുന്നോട്ട് കടന്നു പോകുമ്പോൾ ഈ എഫേസ്യ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇരുട്ടിൽ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ, നമ്മൾ അതിൻ്റെ ചരിത്രം, ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ്. അതിനുശേഷമായിട്ട് കർത്താവ് അനുവദിച്ചാൽ വരുന്ന ദിവസങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ടായിരിക്കും നമ്മൾ പോകുക. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അത് ഇന്നത്തെ ഒരു മോഡേൺ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെല്ലാം ഓക്കെ ആണെന്ന് ഞാൻ ചിന്തിക്കുക. ആരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നിങ്ങൾ കൂളായിട്ട് ഇരുന്നാൽ മതി. നിങ്ങളുടെ ഒരു മോൻ്റെ ഒരു പ്രായമേ എനിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നമ്മൾ ഇനി പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ പോകുന്ന കാര്യം, ഈ എഫേസ്യ ലേഖനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചില കൺഫ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനം എഴുതിയത് ആരാന്നറിയാമോ? എഫേസ്യ ലേഖനം എഴുതിയത് ആരാ? ഇവിടെ ഇരിക്കുന്ന ആരും അല്ല, പൗലോസ്. ഇവിടെ ഇരിക്കുന്ന ആരും അല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട് അല്ലേ? അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനമാണ്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ എഫേസ്യ ലേഖനത്തെ നമ്മൾ അതിന് പഠിക്കുന്നതിന് മുമ്പ് അതിൻ്റെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയമുള്ളവരോടൊന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലേഖനങ്ങൾ ടോട്ടൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളെ നമുക്ക് 13 ലേഖനങ്ങൾ എന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ ആ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് ഇതടക്കമുള്ള 13 ലേഖനങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പല സ്കോളേഴ്സും പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, എബ്രായ ലേഖനവും അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് 14 ലേഖനങ്ങൾ എന്നൊരു രീതിയിൽ പറയുന്നു. അപ്പോൾ ഈ 13 ലേഖനങ്ങളെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യും. ആ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് സ്പീഡ് കൂടുതലാണെങ്കിൽ പ്രിയമുള്ളവർ പറയണം, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ഈ 13 ലേഖനങ്ങളെ അല്ലെങ്കിൽ 14 ലേഖനങ്ങളെ 2 രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അൺഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സും അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സും. എന്ന് പറഞ്ഞാൽ തർക്കമുള്ള ലേഖനങ്ങളും തർക്കമില്ലാത്ത ലേഖനങ്ങളും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഈ തർക്കം അല്ലേ? എന്തുകൊണ്ടായിരിക്കും തർക്കം വരുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് തന്നെയാണോ ആ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു തർക്ക വിഷയം വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അൺഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ തർക്കമില്ല. അതിൻ്റെ ഓതർഷിപ്പ്, ആ ലേഖകൻ അപ്പോസ്തലനായ പൗലോസ് ആണ് എന്നൊരു കാര്യം അത് വളരെ വ്യക്തമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതിനുശേഷമായിട്ട് അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഞാൻ മുന്നോട്ട് കടന്നു പോകാം. പ്രിയമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഞാൻ ഇതിന് ശേഷമായിട്ട് പ്രിയകർത്താവിൻ്റെ ദാസിക്ക് ഇതിൻ്റെ നോട്ട്സ് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ മാക്സിമം അത് ട്രൈ ചെയ്യാം. ഞാൻ PPT ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഡോക്കായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഞാനത് അയച്ചു തരാം. ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസ് എഴുതിയത് 13 അല്ലെങ്കിൽ 14 ലേഖനം. അതിൽ 2 ആയിട്ട് അദ്ദേഹത്തിൻ്റെ ലേഖനത്തെ ഡിവൈഡ് ചെയ്യുന്നു. ആ ലേഖനത്തെ ഇങ്ങനെയാണ് പറയുന്നത്, അൺഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സും ഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സും. അൺഡിസ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ തർക്കമില്ലാത്തതായിട്ടുള്ള ലേഖനങ്ങൾ. അതിൽ വരുന്നതാണ് റോമാലേഖനം, 1-2 കൊരിന്ത്യൻസ്, ഗലാത്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, തെസ്സലോനിക്ക ലേഖനം, ഫിലോമോൻ ലേഖനം. ഈ ലേഖനത്തിനകത്ത്
അപ്പോസ്തലനായ പൗലോസാണ് എഴുതിയത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ അതിൻ്റെ മറുപുറം എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സ്. ഡിസ്പ്യൂട്ടഡ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓതർഷിപ്പ്, അതിൻ്റെ ലേഖകൻ ആരാണ് എന്നത് സംബന്ധിച്ച് ഈ പണ്ഡിതന്മാരുടെ ഇടയിൽ, അത് പണ്ടേ ഉള്ളൊരു കാര്യമാണ്. നമ്മൾ ബൈബിളിലെ ഏത് കാര്യം എടുത്താലും അതിനെക്കുറിച്ചൊരു തർക്കം ഉണ്ടാകും. രണ്ട് വ്യൂസ് ഉണ്ട്. ഇത് ഇന്ന വ്യക്തിയാണ് എഴുതിയെന്ന് പറയുന്നൊരു തലമുണ്ട്, ഇന്ന വ്യക്തി അല്ല എന്ന് പറയുന്നൊരു തലമുണ്ട്. അപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നൊരു കാര്യമാണ് അവിടെ പ്രധാനമായിട്ടും എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, 2 തെസ്സലോനിക്കർ, 1 തിമത്തി, 2 തിമത്തി, തീത്തോസ്, ഇത്രയും പുസ്തകങ്ങളുടെ ലേഖകൻ ആര് എന്നത് സംബന്ധിച്ച് അവിടെ എന്തുണ്ട്, ഒരു തർക്ക വിഷയമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തെ ഡിവൈഡ് ചെയ്യുന്നത്. പ്രിയമുള്ളവർക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. 14 ലേഖനങ്ങൾ ടോട്ടൽ. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിസ്പ്യൂട്ടഡ് എന്നും അൺഡിസ്പ്യൂട്ടഡ് എന്നും. അൺഡിസ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ തർക്കമില്ലാത്തത്, ഡിസ്പ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ തർക്കമുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആണെന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. ഓക്കെ, ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ ഇടയിൽ ഈ ലെറ്റേഴ്സിനെ തന്നെ അടുത്തതായിട്ട് 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. 13 ലെറ്റേഴ്സിനെ അല്ലെങ്കിൽ 14 ലെറ്റേഴ്സിനെ 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. പ്രിയമുള്ളവരെ, എൻ്റെ സ്പീഡ് കൂടി പോകുന്നുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഈ അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനത്തെ 3 രീതിയിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഒന്ന്, കാരാഗ്രഹ ലേഖനം എന്ന് പറഞ്ഞാൽ കാരാഗ്രഹത്തിൻ്റെ അകത്ത് വെച്ചാണ് ഈ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ പഠിക്കുവാൻ പോകുന്ന എഫേസ്യ ലേഖനം ഒരു കാരാഗ്രഹ ലേഖനമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പുറകെ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. ഒന്നാമത്തെ കാറ്റഗറി കാരാഗ്രഹ ലേഖനം. ആ കാരാഗ്രഹ ലേഖനത്തിൽ എന്തൊക്കെയുണ്ട്? 4 ലേഖനമുണ്ട്. എഫേസ്യ ലേഖനമുണ്ട്, ഫിലിപ്പിയ ലേഖനമുണ്ട്, കൊലോസ്യ ലേഖനമുണ്ട്, ഫിലോമോൻ്റെ ലേഖനമുണ്ട്. ഈ 4 ലേഖനങ്ങളെ പറയുന്നത് കാരാഗ്രഹ ലേഖനം എന്നാണ്. പറയുവാനുള്ള കാരണം അത് കാരാഗ്രഹത്തിൽ വച്ച് എഴുതിയത് കൊണ്ടാണ്. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുവാണ്. അതിനുശേഷമായിട്ട് ഇത് ഞാൻ ജസ്റ്റ് ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തരാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാറ്റഗറി പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാർക്ക് അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട ലെറ്റേഴ്സിനെയാണ് പാസ്റ്ററൽ എപ്പിസ്റ്റൽസ് എന്ന് പറയുന്നത്. അത് 3 ലേഖനങ്ങളെയാണ് ആ ഒരു കാറ്റഗറീസിൽ നമ്മൾ പെടുത്തുന്നത്. 1 തിമത്തി, 2 തിമത്തി, തീത്തോസ്. ഈ 3 ലേഖനമാണെങ്കിലും തീത്തോസും തിമത്തിയോസും പൗലോസിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവരായതുകൊണ്ട്, ആത്മീക മകൻ അല്ലെങ്കിൽ ആത്മീക മക്കളായതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അവർക്ക് ആ ഒരു ലെറ്റർ എഴുതുന്നത്. അപ്പോൾ ഇവരൊരു ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായിട്ട് നിൽക്കുമ്പോൾ ആ ചർച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷമായിട്ട് ജനറൽ ലെറ്റേഴ്സ്, പൊതുവായിട്ടുള്ള ലേഖനം എന്ന് പറയുന്നത്, ബാക്കി വരുന്ന ലെറ്റേഴ്സിനെയാണ് പൊതുവായിട്ടുള്ള ലേഖനം എന്ന് പറയുന്നത്. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ വിശ്വാസികൾക്കായിരിക്കാം അയച്ചിരിക്കുന്നത്, അതൊരു പക്ഷേ പാസ്റ്റേഴ്സിനായിരിക്കാം അയച്ചിരിക്കുന്നത്, അതൊരു പക്ഷേ കോമൺ ആയിട്ടുള്ള ആളുകൾക്കായിരിക്കാം അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്നത് റോമാ ലേഖനം, 1-2 കൊരിന്ത്യൻസ്, ഗലാത്യ ലേഖനം, 1-2 തെസ്സലോനിക്കർ. ഈ രീതിയിലാണ് നമുക്ക് എന്ത് കാണുവാൻ പറ്റുന്നത്? നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെ ജനറൽ ലെറ്റേഴ്സ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. പ്രിയമുള്ളവർക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വലിയൊരു തിയോളജി ആയിട്ടല്ല ഇതിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും ഈ ക്ലാസ് ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? നമ്മുടെ ഈ ലെറ്റേഴ്സിനെ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തു. അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ സാധിക്കുമോ? ലെറ്റേഴ്സിനെ നമ്മൾ, അതിനു മുമ്പ് ഒരു ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എത്ര ലെറ്റേഴ്സ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിട്ടുണ്ട് പ്രിയമുള്ളവരെ? 13 അല്ലെങ്കിൽ 14. 14 നമുക്ക് കൺഫേം അല്ല, പക്ഷെ കൺഫേം ആയ 13 ലേഖനങ്ങൾ. അതിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ആ ലേഖനങ്ങൾ നമ്മൾ 2 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്തേക്കുന്നതെന്ന് പറയാമോ? എങ്ങനെ ഡിവൈഡ് ചെയ്ത്? തർക്കമുള്ള ലേഖനം, തർക്കമില്ലാത്ത ലേഖനം. അപ്പോൾ ചോദ്യം, നിങ്ങൾ അത് ഏതൊക്കെയാണെന്ന് പറയണ്ട. തർക്കമുള്ള ലേഖനം എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് തർക്കം വരുന്നത്? തർക്കം വരുന്നത് പൗലോസാണോ എഴുതിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തർക്കം വരുന്നത്. ഈ ലേഖനത്തെ നമ്മൾ 3 കാറ്റഗറീസ് ആയി ഡിവൈഡ് ചെയ്യും. ആ 3 കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് പറയാമോ? 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഏതൊക്കെയാ 3 കാറ്റഗറീസ്? അപ്പോൾ പ്രിയമുള്ളവർ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ഇനി നമ്മുടെ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷൻ ഞാനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക.
നമ്മൾ എല്ലാവരും ഈ മെസ്സേജിലൊക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പൗലോസ് ശൗല് പൗലോസായി മാറിയെന്ന്. ശൗല് പൗലോസായി മാറിയിട്ടുണ്ടോ? ശൗല് നമ്മൾ മെസ്സേജിലൊക്കെ പറയത്തില്ലേ, അതൊരു തെറ്റിദ്ധാരണ. ആ തെറ്റിദ്ധാരണ ഞാൻ തിരുത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നമ്മൾ നല്ല രീതിയിൽ ഈ ആത്മാവിലാന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സാധനം അങ്ങ് കീച്ചു. എന്നാ പറയുക, ശൗല് പൗലോസായ പോലെ ഇന്ന് ഇതിനകത്ത് ചിലത് എന്ത് ചെയ്യും? അങ്ങനെ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടം ബൈബിൾ കോളേജിൽ പഠിക്കുന്നത് വരെ എൻ്റെ ചിന്ത ഈ രണ്ട് കാര്യവും രണ്ടാന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ പൗലോസായെന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ പ്രിയമുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുക, ആ തെറ്റിദ്ധാരണ ഞാനൊന്ന് മാറ്റാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് രണ്ടാണ് എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവർക്ക്? അങ്ങനെ ഒരഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? ഇതുവരെ സത്യസന്ധമായിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ പൗലോസ് അല്ലെങ്കിൽ ശൗല് പൗലോസ് രണ്ടും ഒന്നാണോ, അതോ രണ്ടാണോ? രണ്ടും ഒന്നാണ്. നമുക്ക് ഫ്രീ. പക്ഷെ പലപ്പോഴും പ്രസംഗത്തില് ഇൻക്ലൂഡിങ് മീ അപ്പോ കാരണം പിന്നെയാണ് അത് തിരിച്ചറിഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മൾ ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം ഒന്ന് മാറ്റാൻ വേണ്ടി പോവുക. ആ തെറ്റിദ്ധാരണ ഞാനൊന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസും ശൗലും എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളല്ല, അത് ഒറ്റ വ്യക്തിയാണ്. അത് ഞാൻ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. അപ്പോസ്തലനായ പൗലോസിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് ആ കൺവേർഷൻ നടക്കുന്നത്, ഒരു മാനസാന്തരം നടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആ കൺവേർഷൻ എന്ന് പറയുന്നത് അവിടെ പേര് മാറ്റം നടക്കുന്നില്ല, മനസ്സിൻ്റെ അകത്താണ് എന്ത് നടക്കുന്നത്? കൺവേർഷൻ നടക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനപരിവർത്തനം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇവിടെ ഞാൻ അധികം ആ ഒരു ഭാഗത്തെ ഡീപ്പായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഒരു വാക്യം ഇതിൻ്റെ ചേർന്നൊന്ന് നമുക്ക് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് മുന്നോടിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് രണ്ട് പേര് വരാനുള്ള കാരണം? ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ ആ ഒരു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുണ്ട്? രണ്ട് പ്രധാനപ്പെട്ട പേരുകളുണ്ട്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ശൗൽ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു യവനൻ ആയതുകൊണ്ട്, അദ്ദേഹം ഒരു എബ്രായൻ ആയതുകൊണ്ട് ഉള്ള പേരാണ് ശൗൽ എന്ന് പറയുന്നത്. ശൗൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എബ്രായ അല്ലെങ്കിൽ യഹൂദ നാമമാണ്. ഈ പാലസ്തീൻ്റെ പശ്ചാത്തലമൊക്കെ അനുസരിച്ച് ആ കാലഘട്ടത്തിൽ രണ്ട് പേരുണ്ട്. അപ്പോൾ ഈ ശൗല് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എബ്രായ അല്ലെങ്കിൽ യഹൂദ പേരാണ്. അതിൻ്റെ കൂടെ തന്നെ അത് ആ ഒരു യഹൂദന്മാരുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിലാണ് ശൗല് എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെട്ടത്. എന്നാൽ അവിടെ നിന്ന് അതിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് പേരാണ് പോള് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, പരീശൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാനത് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാം. പൗലോസ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ശൗല് എന്ന് പറയുന്നത് ഹീബ്രു അല്ലെങ്കിൽ ജൂവിഷ് നെയിമാണ്. പൗലോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് നെയിമാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഈ പൗലോസിൻ്റെ കൺവേർഷൻ നടക്കുന്ന സമയം തൊട്ടിട്ട് 9-ാം അധ്യായം തൊട്ടിട്ട് 13-ാം അധ്യായം വരെ ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ശൗല് എന്നാണ്. എന്നാൽ 13-ാം അധ്യായത്തിന് ശേഷമാണ്, ഞാനൊരു വാക്യം പ്രിയമുള്ളവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് വായിച്ച് ആ ഒരു രീതിയിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആ വാക്യം ഒന്ന് ഞാൻ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ആ വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. മനസ്സിലായോ? രണ്ടും രണ്ട് പേരല്ല. ഇനി ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ അവിടെ നിങ്ങൾ തിരുത്തരുത്, പക്ഷെ നിങ്ങൾ പറയണം ശൗലല്ല പൗലോസ് ആയത്, ഇത് രണ്ടും ഒന്നാണ്. മനസ്സിലായോ? ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വന്ന മനപരിവർത്തനമാണ് കാര്യം നടന്നത്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേരുമാറ്റം നടന്നിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ പ്രിയങ്ങളോട് ഞാൻ സംസാരിക്കട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ അല്ലെങ്കിൽ അവളുടെ പേരിന് മാറ്റം വരുന്നില്ല, അവനുടെ അല്ലെങ്കിൽ അവളുടെ ഐഡൻറ്റിറ്റിക്ക് മാറ്റം വരുന്നില്ല, അവരുടെ ജാതിക്ക് മാറ്റം വരുന്നില്ല, അവരുടെ യാതൊരു കാര്യത്തിലും മാറ്റം വരുന്നില്ല. പക്ഷെ അവരുടെ ഹൃദയത്തിനകത്താണ് മനപരിവർത്തനം സംഭവിക്കുന്നത്. ആ കാര്യം ക്ലാരിഫൈ ആയെന്ന് ഞാൻ ചിന്തിക്കുവാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എഫേസ്യ ലേഖനത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെ കോമൺ ആയ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കടക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൻ്റെ ഓദർ എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന ആ ഒരു ലേഖനം നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. എതിർപ്പുകൾ ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ദൈവേഷ്ടത്തിൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. അപ്പോൾ ഒരു കാര്യം ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ, ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പല അപ്പോസ്തലന്മാരും മനുഷ്യരുടെ അപ്പോസ്തലന്മാരായിട്ട് നിൽക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോട്ട് അതിലോട്ട് നോക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോട്ടിലോട്ട് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാകുമെന്ന് ചിന്തിക്കുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, അതുകൊണ്ട് തന്നെ പല രീതിയിൽ പല ആളുകൾ ഇന്ന് ഇതിനൊരു ബിസിനസ്സായിട്ട് മാറ്റുക. പക്ഷേ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായിട്ട് ആ പൗലോസ് പറയുവാണ് ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലൻ. നമ്മൾ മനുഷ്യരുടെ അപ്പോസ്തലനല്ല കേട്ടോ, നമ്മൾ മനുഷ്യരുടെ പാസ്റ്ററല്ല, മനുഷ്യരുടെ പ്രവാചകനല്ല, ദൈവത്തിൻ്റെ ആ ഒരു നിലവാരത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ആ ഓദർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ഇതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു കാരാഗ്രഹ ലേഖനമാണ്. എന്ന് പറഞ്ഞാൽ AD 60 തൊട്ട് 62 വരെയുള്ള സമയത്തിനിടയിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് ഈ ഒരു ലേഖനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ജയിലിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യന് ലെറ്റർ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റുമോ പ്രിയമുള്ളവരെ? എഴുതാൻ പറ്റുമോ? നമ്മൾ ഒരു കാരാഗ്രഹത്തിലാണെന്ന് വിചാരിച്ചോ? ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറേ തെറ്റിദ്ധാരണകൾ മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാരാഗ്രഹത്തിൽ അടയപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ലെറ്റർ എഴുതാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? എഴുതാൻ പറ്റും. എന്തുകൊണ്ടാണ് നമുക്ക് ആ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ലെറ്റർ എഴുതാൻ പറ്റുന്നത്? അപ്പോൾ ചുറ്റും അദ്ദേഹത്തിന് ചുറ്റും തടവുകാരില്ലേ? ചുറ്റും അദ്ദേഹത്തിന് ചുറ്റും അവിടത്തെയുള്ള ആളുകളില്ലേ? അതൊന്നും പൗലോസിനെ ബാധിച്ചില്ല, ആത്മാവിലായിരുന്നു. പക്ഷെ അതിന്റെ ശരിയായൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തെ അടച്ചിരുന്ന തടവ് എന്ന് പറഞ്ഞാൽ ഹൗസ് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലാണ് തടവിൽ വെക്കുന്നത്, അല്ലാതെ ജയിലിലല്ല തടവിലാക്കുന്നത്. അപ്പോൾ വീട്ടു തടങ്കലിലായിരിക്കുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. ആ സാഹചര്യത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ഈ എഫേസ്യ ലേഖനം അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അതൊന്നുകൂടെ വ്യക്തമായിട്ട് ഇത് ഒരു കാരാഗ്രഹ ലേഖനമാണ് എന്ന് പറയുവാനുള്ള കാരണം ബൈബിളിൽ തന്നെ നമുക്കത് കാണുമ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അതു നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് പ്രിസണർ ഓഫ് ക്രൈസ്റ്റ് എന്ന. അപ്പോൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവേശുവിന് വേണ്ടിയിട്ട് അപ്പോസ്തലനായ പൗലോസ് ആ ഒരു കാരാഗ്രഹത്തിൽ ആയിരിക്കുന്നു. അത് 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ലേഖനമാണ്? ഒരു കാരാഗ്രഹ ലേഖനമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. അതിനുശേഷമായിട്ട് ഇവിടെയുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ അടുത്ത സെക്ഷനിൽ ഇടപെടും. അവിടെയുള്ള എഫെസോസിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലേഖനം എഴുതുന്നത്. അതിനുശേഷമായിട്ട് അതിൻ്റെ പൊസിഷൻ, ചില കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. പുതിയ നിയമപ്രകാരം 10ാമത്തെ പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഉള്ള ബൈബിൾ അനുസരിച്ച് നമുക്ക് ബൈബിൾ മൊത്തം എത്ര പുസ്തകമുണ്ട്? സ്വഭാവം നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും, ഇതെന്നാ ഇങ്ങനെ ചെറിയ പിള്ളേരോട് ചോദിക്കുന്നത് 66 പുസ്തകമുണ്ട് അല്ലേ? 66 പുസ്തകങ്ങളിൽ നമ്മൾ ചില സമയത്തൊക്കെ 66 പുസ്തകങ്ങളുണ്ട്. 66 പുസ്തകങ്ങളിൽ 49ാമത്തെ പുസ്തകമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ടോട്ടലുള്ള അധ്യായം എന്ന് പറയുന്നത് 6 അതിൽ നമുക്ക് ടോട്ടലുള്ള വേഴ്സ് 155 ആണ്. എന്ന് പറഞ്ഞാൽ മലയാളം ബൈബിളിൽ 154 വാക്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷമായിട്ട് ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് 3-ാം അധ്യായമാണ്. അവിടെ 21 വാക്യങ്ങൾ മാത്രമേ ആ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. 3-ാം അധ്യായം ആണ് ചെറിയ അധ്യായമായിട്ട് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ വലിയ അധ്യായം എന്ന് പറയുന്നത് 1-ാം അധ്യായമാണ്. വലിയ അധ്യായം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വലിയ അധ്യായം എന്ന് പറയുന്നത് അതിൻ്റെ 5-ാമത്തെ അധ്യായമാണെന്ന് തോന്നുന്നു. ഞാനത് ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. 4-5 അധ്യായമാണ് വലിയ അധ്യായമായിട്ട് കണക്കാക്കുന്നത്. അവിടെ ഏകദേശം 32 വാക്യങ്ങളുണ്ട്. അതിൽ ചെറിയൊരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എഫേസ്യ ലേഖനത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്.
ഒന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം, അപ്പോസ്തലനായ പൗലോസ് എഴുതി കാരാഗ്രഹത്തിൽ വെച്ചാണ് ഇത് എഴുതിയത്. പുതിയ നിയമത്തിലെ 10ാമത്തെ പുസ്തകമാണ്. മൊത്തത്തിലുള്ള ബൈബിളിലെ 49ാമത്തെ പുസ്തകം. നിങ്ങൾ താഴോട്ടുള്ള ബാക്കി കാര്യങ്ങൾ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും ടോട്ടൽ 6 അധ്യായമുണ്ട്, 155 വാക്യങ്ങളുണ്ട്. ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? നമ്മൾ ബൈബിൾ സ്റ്റഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ചെറിയൊരു കാര്യം ഇവിടെ നമ്മുടെ ഈ ടോപ്പിക് ഒന്ന് അവിടെ നിർത്തിക്കൊണ്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മൾ മാളിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടോ? ഷോപ്പിംഗ് മാളിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടോ? നമുക്ക് ലുലു മാളൊക്കെയാണ് കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ളത്. മാളിൽ പോയിരിക്കുന്ന ആളുകളാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ചിരിയൊക്കെ കാണുമ്പോൾ മാളിൽ പോയിട്ടെന്ന് ചിന്തിക്കുക. നിങ്ങൾ മാളിൽ പോകുമ്പോൾ അവിടെ എവിടെയും ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? മാളിൽ എവിടെയെങ്കിലും ക്ലോക്ക് കടയിൽ ഒഴികെ ഏതെങ്കിലും കടയിൽ ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? പൊതുവായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ക്ലോക്ക് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും മാളിൽ ക്ലോക്ക് ഇല്ലാത്ത? മാളിൽ എന്തുകൊണ്ടാണ് ക്ലോക്ക് ഇല്ലാത്ത? അവർ വെക്കാൻ മറന്നു പോയതാണോ? എന്തുകൊണ്ടായിരിക്കും? ഒന്ന് പറയാൻ പറ്റുമോ? അഡ്മ്യൂട്ട് ചെയ്തുകൊണ്ടൊന്ന് പറയാൻ പറ്റുമോ? സമയം നോക്കാറില്ല. മാളിൽ പോകുമ്പോൾ സമയം നോക്കാറില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര ടൈം സമയം നോക്കും? ബൈബിൾ വായിക്കുമ്പോൾ എത്ര ടൈം സമയം നോക്കും? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടുവരും. അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യിക്കാൻ വേണ്ടി പോവുക. നമ്മുടെ സ്റ്റഡി ഇങ്ങനെയാണ് പോകുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഫുൾ അറ്റൻഷൻ എനിക്ക് വേണം. അപ്പോൾ കണ്ണുള്ളവർ നിങ്ങളുടെ കണ്ണൊന്ന് അടയ്ക്കാവോ? നിങ്ങളുടെ കണ്ണൊന്ന് അടയ്ക്കുക. ഞാൻ 1 മുതൽ 10 വരെ എണ്ണും. ആ സമയത്ത് നിങ്ങളുടെ ശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്ത് പിടിക്കണം. 11 അല്ല 10 കഴിയുമ്പോൾ ഞാനത് റിലീസ് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് റിലീസ് ചെയ്യണം. അപ്പോൾ കണ്ണടയ്ക്കുക. ഞാൻ കൗണ്ട് ചെയ്യാൻ പോവുക. 1 2 3 4 5 6 7 8 9 10. ഇനി ഒന്ന് ജസ്റ്റ് റിലീസ് ചെയ്തേ. ഇപ്പം നമ്മുടെ ഫീലിങ്സ് എന്തുവാ? നമ്മൾ റിഫ്രഷ് ആയോ? എന്തോ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് പോലെ തോന്നി. നമ്മുടെ ഈ നാടൻ ശൈലിയൊക്കെ പറഞ്ഞ് കിളിയൊക്കെ പോയതുപോലെ എന്തോ ഒരു സംഭവം ഉള്ളിൽ നിന്ന് പോയത് തോന്നുന്നുണ്ടോ? എന്നാ പ്രത്യേകത എന്നറിയാവോ? നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക അല്ലേ? നമ്മൾ ആ ഹോൾഡ് ചെയ്ത കാര്യത്തെ നമ്മൾ റിലീസ് ചെയ്തപ്പോൾ നമ്മൾ എന്തോ ഫ്രീ ആയി. ഞാൻ എന്തിനാ ആ ഒരു എക്സസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ചില ഇല്ലുസ്ട്രേഷനൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ വല്ലാതെ ഡൗൺ ആകുമ്പോൾ ചില സാഹചര്യത്തിൽ, അത് ഈ എഫേസ്യ ലേഖനത്തിനോടുള്ള ബന്ധത്തിൽ നമ്മൾ കണക്ട് ചെയ്യുമെങ്കിലും ചില സമയത്ത് നമ്മൾ ഒത്തിരി ടെൻഷൻ ആയിരിക്കും അല്ലേ? നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടായിരിക്കും ഇരിക്കുക. ഈ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നുള്ള പ്രശ്നം എന്തുവാ? ഈ 10 സെക്കൻഡ് 20 സെക്കൻഡ് ആയാൽ ഇരുന്ന ഇരിപ്പിൽ നമ്മുടെ കാറ്റ് പോകും അല്ലേ? പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തപ്പോൾ നമ്മൾ ഫ്രീ ആയി. ഇതാണ് കർത്താവിലുള്ള ഒരു ഭക്തൻ്റെ ആശ്രയം എന്ന് പറയുന്നത്. ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ ഫ്രീ ആണ്. അതാ വചനത്തിൽ പറയുന്നത്. ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ചില കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, നിന്റെ സകല ചിന്താകൂലവും എവിടെ ഇട്ടുകൊള്ളുവാൻ? കർത്താവിൽ ഇട്ടുകൊള്ളുവാൻ അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആയെന്ന് ഞാൻ ചിന്തിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ടോപ്പിക്കിലോട്ട് മടങ്ങി വരാം. അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ ചിന്തിക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ഇനി ചോദിക്കുന്നില്ല. വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് എഫെസോസ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എഫേസ്യ ലേഖനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എഫെസോസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് എടുക്കും. ഈ എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രാധാന്യം എന്തുവാ? അപ്പോസ്തല പ്രവൃത്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ബൈബിൾ എങ്ങനെയായിരുന്നേനെ? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് അപ്പോസ്തല പ്രവൃത്തി. ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഞാൻ ചോദിക്കുക. നമ്മുടെ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ബൈബിൾ വായിച്ചേനെ? മത്തായി, മർക്കോസ്, ലൂക്കോസ് 4 സുവിശേഷങ്ങൾ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അതിനുശേഷമായിട്ട് അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്നത് സഭയുടെ ചരിത്രത്തെ കാണിക്കുന്ന ഒരു പുസ്തകമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഈ ഓരോ ലേഖനങ്ങളും ഏത് സാഹചര്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ആ ലേഖനങ്ങൾ വന്നിരിക്കുന്നത് എന്നൊരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തല പ്രവൃത്തി ഇല്ല എങ്കിൽ നമ്മുടെ ബൈബിൾ ഒരു അവിയൽ പരുവായാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏകദേശം 40-ലധികം ഓതേസുമായിട്ട് ഏകദേശം 1400 തൊട്ട് 1600 വർഷം കൊണ്ട് നമ്മുടെ ബൈബിള് എഴുതി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ബൈബിള് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യമുള്ളവരോ പ്രിയമുള്ളവരെ? പറയാൻ പറ്റുമോ ഇന്നൊന്ന്
ഈ ബൈബിള് എൻ്റെ കയ്യിൽ ദൈവം നൽകിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. എത്രയോ ആളുകളുടെ കയ്യിലാണ്. ഞാൻ ഒഡീഷയിൽ ഇരുന്ന സമയത്ത് അവിടെ 64 ട്രൈബ്സ് ഉണ്ട്. ഈ 64 ട്രൈബ്സിന് ബൈബിളില്ല. ഇന്ന് നമ്മൾ വായിക്കുന്ന നമ്മുടെ മലയാളം ബൈബിള്, നമ്മുടെ മാതൃ ലാംഗ്വേജ് ആയിരിക്കുന്ന ഈ മലയാളത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അത് വലിയ കാര്യമല്ലേ? അങ്ങനെയെങ്കിൽ ഈ ബൈബിളാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഞാനൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. D.L. മോഡി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ബൈബിള് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കരുത് വായിക്കുന്നത്, അത് നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കണം. മനസ്സിലായോ? ബൈബിൾ വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. D.L. മോഡി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്: ബൈബിള് നമ്മൾ വായിക്കുന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനാകരുത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുവാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയാണ് സകല ലേഖനങ്ങളുടെയും ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡീപ്പായിട്ട് അടുത്തൊരു സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് എഫേസ്യ ലേഖനത്തിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഞാൻ അതിലോട്ട് കടക്കാം. പക്ഷേ അതിന് മുമ്പായിട്ട് എഫേസ്യ ലേഖനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എഫസോസ് എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ നോക്കണ്ട, ഇതിൽ ഒത്തിരി കാര്യമാണ്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എഫസോസ് എന്ന് പറഞ്ഞാൽ ഒരു വാണിജ്യ നഗരമാണ്, ഒരു വ്യാപാര നഗരമാണ്. അതിനൊരു കൊമേഴ്ഷ്യൽ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ കേരളത്തിലെ കൊച്ചിയൊക്കെ നമ്മുടെ കൊമേഴ്ഷ്യൽ സിറ്റി എന്ന് പറയുന്നത് പോലെ എഫസോസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, അതിലോട്ട് നോക്കല്ലേ. എന്നാന്ന് വെച്ചാൽ, ഈ വ്യാപാര കേന്ദ്രമാകുമ്പോൾ അവിടെ ആരുണ്ടാകും? അവിടെ ആളുകൾ ഉണ്ടാകും. വ്യാപാര കേന്ദ്രമാകുമ്പോൾ അവിടെ എന്തുണ്ടാകും? കൈമാറ്റം ഉണ്ടാകും. ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ. എഫേസ്യ ലേഖനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കോറിലോട്ട് നമ്മൾ കിടക്കാൻ പോവുക. അപ്പോൾ അതൊരു വ്യാപാര നഗരമായതുകൊണ്ട് തന്നെ അവിടെ പല ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള ആളുകളെ കണക്ട് ചെയ്യുന്ന ഒരു ഹബ്ബാണ് എഫസോസ് എന്ന് പറയുന്നത്. അപ്പോൾ ചിന്തിക്കണമേ, പല കാറ്റഗറീസിലുള്ള ആളുകൾ അവിടെ വരും, പല രീതിയിലുള്ള ആളുകൾ അവിടെ വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബിസി ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് എഫസോസ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ തിരക്കുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ഒരു കാര്യം കൂടെ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. നമുക്ക് തിരക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഇവിടെ ഒഡീഷയിൽ ഒരു ചർച്ചിൽ, അവിടെ ചർച്ചിൽ പോയപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. എന്തെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്. അവിടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി ഞായറാഴ്ച എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഞായറാഴ്ച മാത്രം അദ്ദേഹത്തിന് എന്ത് വേണം? ഡ്യൂട്ടി ചോദിച്ചു വാങ്ങും. ഞായറാഴ്ച ഡ്യൂട്ടി ചോദിച്ചു വാങ്ങുന്നത് എന്തിനാണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞ കാര്യം, ഞായറാഴ്ച ഡ്യൂട്ടി ആണെങ്കിൽ പള്ളിയിൽ പോകണ്ടല്ലോ, അല്ലേ? നമ്മുടെ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? നമുക്ക് പള്ളിയിൽ പോകണ്ട, ആരാധന കൂട്ടായ്മകൾക്ക് വേണ്ട എന്നൊരു ചിന്തയുണ്ടോ? ബിസി ആയിരിക്കുമ്പോൾ, ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കണക്ട് ചെയ്യാൻ പോവുക. ഈ ബിസി ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കണക്ഷൻ വിട്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ എഫസോസ് എന്ന് പറയുന്ന പട്ടണം, ആ പട്ടണം വളരെ ബിസി ആയിരിക്കുന്ന ഒരു പട്ടണമായതിനാൽ തന്നെ അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് വന്നതുകൊണ്ട് തന്നെ അവിടെ ദൈവവുമായിട്ടൊരു ബന്ധമില്ല എന്നൊരു കാര്യം സ്ഥാപിക്കാനാണ് ഞാൻ ആ ഒരു കാര്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എഫേസ്യ ലേഖനത്തിൻ്റെ ആ ഒരു എഫസോസ് എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് അതൊരു കൊമേഴ്ഷ്യൽ സിറ്റി ആയതുകൊണ്ട്, വളരെ വേഗത്തിൽ ഞാനൊരു കമ്പിവാചകം പോലെ പറഞ്ഞു തരാം. കൊമേഴ്ഷ്യൽ സിറ്റി ആയതുകൊണ്ട് ഏഷ്യയുടെയും യൂറോപ്പിൽ നിന്നുള്ള പല ആളുകൾ കടന്നു വരികയും ആ ആളുകൾ അതിൻ്റെ ഇടയിൽ വന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എഫസോസിലുണ്ട്. എന്ന് പറഞ്ഞാൽ ബിസി ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് എഫസോസ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രത്യേകത, ഈ എഫസോസ് എന്ന് പറയുന്നത് അമ്പലങ്ങളുടെ ഒരു കലവറയാണ്. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ദേവിയാണ് അർത്തിമസ് എന്ന് പറയുന്നത്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും അതിനെക്കുറിച്ച്. അപ്പോൾ ഈ എഫസോസ് എന്ന് പറഞ്ഞാൽ ചുറ്റും അമ്പലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ചിന്തിക്കണമേ, ഈ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെക്കുറിച്ച് അതിൻ്റെ അകത്ത് ഒരു ദൈവിക വിഷൻ കിട്ടിയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് അങ്ങോട്ടേക്ക് വരുന്നത്. ആ ഒരു കാര്യം നമ്മൾ അടുത്ത ആ ഒരു സെക്ഷനിൽ അത് ഡീപ്പായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോസ്തല പ്രവൃത്തി വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അർത്തിമസ് എന്ന് പറയുന്ന ആ ഒരു ദേവി, അദ്ദേഹത്തിനെ ബ്രാക്കറ്റിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡയാന എന്ന് നമുക്ക് പറയാം. ഡയാന എന്ന് പറയുന്ന ആ ഒരു ദേവിയുടെ ഒരു പട്ടണമാണ് എഫസോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആളുകൾ അവിടെ കടന്നു വരികയും ഈ അർത്തിമസിനെ വർഷിപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറഞ്ഞ് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അർത്തിമസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് കോമൺ ആയിട്ട് പറയട്ടെ. അർത്തിമസ് എന്ന് പറയുന്നത് ഒരു മദർ ഗോഡസ് ആണ്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എഫസോസിൽ ആരാധിച്ചു കൊണ്ടിരുന്ന എന്താ പറയുക, നമ്മുടെ ദേവിയാണ് എഫസോസ് എന്ന് പറയുന്നത്. ഈ അർത്തിമസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓരോ വിഗ്രഹത്തിനും അതിൻ്റെ പുറകിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു കാര്യം കിടക്കുന്നുണ്ട്. ഞാനൊരു ഇമേജ് പ്രിയമുള്ളവർക്ക് കാണിച്ചു തരാം. ആ ഇമേജിൽ നിങ്ങൾക്ക് കാണുമ്പോൾ കാര്യം മനസ്സിലായി. ഇങ്ങനെയാണ് അതിൻ്റെ ഇമേജ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പല ബ്രസ്റ്റുകളായിട്ടും പല ആളുകളുടെ രൂപമായിട്ടും പല സിംബലുകളായിട്ടാണ് ഈ അർത്തിമസ് എന്ന് പറയുന്ന ദേവിയെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്, നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. എന്തിനാണ് ഞാൻ ആ കാര്യം കാണിച്ചതെന്ന് വെച്ചാൽ, ഈ ഒത്തിരി ബ്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റ് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫലം അല്ലെങ്കിൽ ഒരു സമ്പന്നത എന്നുള്ള കാര്യത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാനൊരു കാര്യം എൻ്റെ പ്രിയങ്ങളോട് ചോദിച്ചോട്ടെ. ഞാനൊരു കോമൺ ആയിട്ടൊരു കാര്യം ചോദിക്കുക. നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നില്ല എങ്കിലും നമ്മുടെ പല സുഹൃത്തുക്കളൊക്കെ അമ്പലങ്ങളിൽ പോകുന്നവരാണ് അല്ലേ? ഇവർ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഈ വസ്ത്രം എന്തിനാണ് അഴിക്കുന്നത്? എന്തിനായിരിക്കും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ FASC ലേഖനത്തെക്കുറിച്ച് മാത്രമല്ല പഠിക്കേണ്ടത്, ഇതുപോലെ നമ്മുടെ ചുറ്റുപാടുള്ള ചില കാര്യത്തെക്കുറിച്ച് കൂടെ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോകുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ആ പുരുഷന്മാരാണെങ്കിൽ അവരുടെ ഡ്രസ്സ്, ആ ഷർട്ട് റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് ശരീരം കൊണ്ടാണ് ഈ ദേവീ ദേവന്മാരെ പ്രസാദിപ്പിക്കുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും ബാല്, അശേര. ഇതിൻ്റെയൊക്കെ പ്രത്യേകത പോലെ പുതിയ നിയമത്തിൽ വരുന്ന പുതിയ ആ ഒരു ദേവതകളാണ് അർത്തമിസ്. കൊരിന്ത്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്രോടൈറ്റ് എന്ന് പറയുന്ന ഒരു ദേവന. ആ ഒരു പ്രത്യേകത ഞാൻ ഇവിടെ ഒന്ന് തുറന്ന് പറയുക. പ്രിയമുള്ളവർ, ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ തുറന്ന് പറയാം. അതിൻ്റെ കൂടെ ഈ നമ്മൾ പറഞ്ഞ ഈ ഒത്തിരി ബ്രസ്റ്റ് ലൈക്ക് ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രാധാന്യം കൂടെ ഞാൻ പറയാൻ പോവുക. പ്രിയമുള്ളവർ, വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകരുത്. അഫ്രോടൈറ്റ് എന്ന് പറയുന്നത് കൊരിന്ത്യയിലൊരു ദേവന. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിൽ ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു വ്യഭിചാരം ചെയ്യുന്നൊരു തലമുണ്ട്. അങ്ങനെയാണ് ആ വ്യഭിചാരത്തിലൂടെ അല്ലെങ്കിൽ അഡൾട്ടറിയിലൂടെയാണ് ഈ അഫ്രോടൈറ്റിനെ എന്ത് ചെയ്യുന്നത്, വർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ശരീരം കാണിച്ചാണ് അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ആ വചനം വളരെ വ്യക്തമായി പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തുവാ, ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. അത് ശുദ്ധീകരിക്കണം എന്ന് പറയുന്നത്, അത് വിശദീകരിക്കണം എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ? പല രീതിയിൽ ഇത്തരത്തിലുള്ള ദേവതകൾ, ഇത്തരത്തിലുള്ള ദേവന്മാർ അവരുടെ ആ ഒരു ബോഡിയിലൂടെയാണ് ആളുകൾ അവർ പ്ലീസ് ചെയ്യുന്നത് അവരുടെ ബോഡിയിലൂടെയാണ്. ഞാനൊരു കാര്യം തുറന്ന് പറഞ്ഞോട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. അമേൻ സുറിഞ്ഞു. എൻ്റെ അമേൻ സുറിഞ്ഞ മാതാക്കളുടെ പ്രായമുള്ള പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം തുറന്ന് പറയട്ടെ. നമ്മുടെ മീറ്റിങ്ങുകളിലായിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ ഡ്രസ്സ് അത് സഹോദരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമുള്ള ഞാൻ പറയട്ടെ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ തുറന്ന് പറയുകയാണ്. പെൺകുഞ്ഞുങ്ങളുള്ള മാതാക്കൾ, ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പബ്ലിക്കായിട്ട് എന്ത് ചെയ്യരുത്, ഈ ചെറിയ ഡ്രസ്സൊന്നും ഇട്ടിരിക്കരുത്. അതിൻ്റെ ഒരു വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. ഇത് കാണുന്ന ആള് ആ സമയത്ത് അവിടെ നിന്ന് പോയി എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇത് കിടക്കുക. ഒരു കാര്യം ഞാൻ തുറന്ന് സംസാരിക്കുകയാണ്. പ്രിയമുള്ളവർ, അംഗീകരിച്ചാലും ഇല്ല എങ്കിലും കൃത്യമായിട്ട് ദൈവാത്മാവ് എനിക്കൊരു നിയോഗം നൽകുന്നതുകൊണ്ട് ഞാൻ പറയുക. അതിനുശേഷമായിട്ട് ഈ വ്യക്തിയെ കണ്ടിരിക്കുന്ന ആ വ്യക്തി ഭവനത്തിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഈ സ്ത്രീയെക്കുറിച്ച് ഓർക്കുകയും ആ ശരീരഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു തലമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു സെക്ഷൽ ആയിട്ടൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന ഒരു തലമുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുള്ള സഹോദരിമാരായിരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ വസ്ത്രധാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നലെ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചതാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ പ്രയോജനപ്പെടും. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചു. അദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് പറയണം, ഒരു അല്പം വെള്ളം എടുത്തിട്ട് തലയിൽ തൊടാൻ പറയണം. അപ്പോൾ എന്തോ പ്രത്യേകത എന്ന് അറിയാമോ? അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു ദൈവദാസൻ, അത് ആരാന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഒരു ദൈവദാസൻ 2 മണിക്കൂർ സമയം ഈ സഹോദരിയുടെ തലയിൽ കൈ വെച്ച് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക. 2 മണിക്കൂർ സമയം. ഏത് ദൂത പറഞ്ഞെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അതിൻ്റെ ഒരു തലമുണ്ട്. ആത്മീക ലോകത്തിൻ്റെ അകത്ത് ഇന്ന് കാപട്യങ്ങൾ ഇത്തരത്തിൽ ഒത്തിരി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അമേൻ സുറിഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത്, എൻ്റെ സഹോദരങ്ങളെ, അമേൻ സുറിഞ്ഞു, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ട് കൈവെപ്പിക്കാൻ അനുവദിക്കരുത്. ചുമ്മാ പോയിട്ട് എല്ലാത്തിൻ്റെയും പുറകെ പോയിട്ട്, ഒരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ തുറന്ന്, ഒരു ബൈബിൾ അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ സംസാരിക്കട്ടെ. എല്ലാ തലവെപ്പിനും പോയിട്ട് നമ്മൾ കൈവെക്കരുത്. എല്ലാ കൈവെപ്പിനും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, തല വെക്കരുത്. നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ, ഇന്ന സഹോദരി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു, ഞാനും പോയിട്ട്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം.
ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ വചനത്തിന് വിപരീതമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ ക്രിസ്തുവില്ലാതെ, അതുകൊണ്ടാണ് ലേഖനത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കും. അർത്തിമീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്തിനെന്നറിയാമോ? ആ വിഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലോട്ടാണ് സുവിശേഷം കടന്നു ചെല്ലുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ച് പ്രീതിപ്പെടുത്തുന്ന ആ ഒരു ദേവിയിൽ നിന്നാണ് പലരും രക്ഷിക്കപ്പെട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ കാര്യത്തിനും കൂടെ ആമയം പറയാൻ നിൽക്കരുത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രിയമുള്ളവരോട് തുറന്ന് സംസാരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസിനോട് ഈ ബെരോവയിലുള്ള വിശ്വാസികളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വായിക്കുന്ന കാര്യം, ഈ പഠിപ്പിക്കുന്ന കാര്യം, ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എവിടെയുള്ളതാ? ബൈബിളിൽ ഉള്ളതാണോ എന്ന് ആര് ചിന്തിക്കും? ബെരോവയിലെ വിശ്വാസികൾ ചിന്തിക്കും. ഈ കാര്യത്തെ പ്രിയമുള്ളവർ അംഗീകരിച്ചാൽ ഇല്ലേലും എനിക്ക് കുഴപ്പമില്ല. അത് ദൈവാത്മാവ് എനിക്കൊരു നിയോഗം നൽകിയോട് ഞാൻ തുറന്നു പറയുക. എല്ലാത്തിനും പോയിട്ട് തല വെക്കാനും എല്ലാത്തിനും പോയിട്ടും ആമേനും അല്ലെങ്കിലും പറയാനും നിൽക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ സഹോദരി പറഞ്ഞ കാര്യം ഇങ്ങനെയാ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ മുഖത്തിന് ഇപ്പോൾ ഒരു ശോഭ വന്നെന്ന്. പ്രിയമുള്ളവരെ, ബന്ധങ്ങൾ ബന്ധനമായിട്ട് മാറരുത്. ആ ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകുക. ഈ അർത്തിമസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇദ്ദേഹത്തിൻ്റെ ആ ബ്രസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഈ പ്രോസ്പെറിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആ രീതിയിലുള്ള പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണ്. അതിൻ്റെ മറ്റൊരു തലം എന്ന് പറഞ്ഞാൽ അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു എഫെസോസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേവിയാണ് അർത്തിമസ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഐഡൽ എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഭയങ്കര പ്രാധാന്യമായിരുന്നു. അതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഇനി സംസാരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ? കാരണം ചില കാര്യങ്ങൾ ഞാൻ നോട്ടിൽ പ്രിപ്പയർ ചെയ്തതല്ല, പക്ഷേ ദൈവാത്മാവ് എനിക്ക് അങ്ങനെ നിയോഗം നൽകിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലോട്ട് ചില കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയത്. അത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇത്രയും പറഞ്ഞതിൽ ഇത്രയും ഈ നമ്മൾ പറഞ്ഞ അർത്തിമസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, എഫെസോസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു ഇതൊരു ടെമ്പിളിൻ്റെ സ്ഥലമാണ്. അവിടെയുള്ള പ്രധാനപ്പെട്ട ദേവത എന്ന് പറയുന്നത് ആരാണ്? അർത്തിമസ് ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ഡയാന എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഗ്രഹം കാണിക്കുന്നത് ഈ ഫ്രൂട്ട്ഫുൾനെസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇത്രയും പറഞ്ഞതിൽ, ഇത്രയും നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ട്? കാരണം ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പ്രിയമുള്ളവർക്ക്? അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്ത് ഞാൻ സംസാരിക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പൊക്കോട്ടെ? ക്ലിയർ ആണെന്ന് ചിന്തിക്കട്ടെ. ഓക്കെ. മൂന്നാമത്തെ പ്രത്യേകത, എഫെസോസിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, ഇതൊരു ഐഡലേട്രിയുടെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെയും ഈ മാജിക്കിൻ്റെയും സ്ഥലമാണ് ഈ ഒരു എഫെസോസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി മജീഷ്യന്മാരുണ്ട്. നമ്മുടെ ഇടയിൽ എന്തുണ്ട് ഇന്ന്? നിങ്ങൾ അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും നമ്മുടെ ഇടയിൽ എന്തുണ്ട് ഇന്ന്? മജീഷ്യന്മാരുണ്ട്. എന്തോ അവരുടെ പ്രത്യേകത? അവർ ആളുകളെ സൂചിപ്പിക്കുന്നു. അവർ ആളുകളെ എന്ത് ചെയ്യുന്നു? വചനത്തിൽ നിന്ന് വിപരീതമായി പഠിപ്പിക്കുന്നു. അവർ ആളുകളുടെ ഇടയിൽ, ആ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണമേ, സെൻറ്റർ ഓഫ് ഐഡലേട്രി എന്ന് പറഞ്ഞാൽ ഈ വിഗ്രഹത്തെ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ഈ എഫെസോസ് എന്ന് പറയുന്നത് ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ഒരു പട്ടണമായതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, യാതൊരു തരത്തിലുള്ള വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് ദൈവവചനം നമ്മളോട് പറയുമ്പോൾ ഈ നെബൂഖദ്നേസറിൻ്റെയും ദാനിയേലിൻ്റെ ഒരു കാര്യം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകട്ടെ. നെബൂഖദ്നേസർ രാജാവ് ഒരു ബിംബത്തെ ഉണ്ടാക്കി. ആ ബിംബത്തെ ഉണ്ടാക്കിയപ്പോൾ തൻ്റെ തന്നെ ഒരു രൂപമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള പല വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിട്ടായിരിക്കുന്നത്. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരാ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരാ, നമ്മൾ തന്നെ ചില വിഗ്രഹങ്ങളായിട്ടാണ് ആത്മീക കൂട്ടായ്മകളിൽ ഇന്ന് ആയിരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വാർത്തെടുക്കുന്ന വിഗ്രഹത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഈ മൊബൈൽ ഫോൺ ഇതൊരു വിഗ്രഹമായിട്ട് മാറാം. ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന പുസ്തകം, ആ ഒരു കാര്യത്തിൽ കൂടെ ഞാൻ തുറന്ന് സംസാരിക്കട്ടെ. ബൈബിൾ കോളേജിലായിരുന്ന സമയത്ത് ഒരു സഹോദരൻ ബൈബിൾ കോളേജിൽ നടന്നൊരു കാര്യമാണ്. അദ്ദേഹം ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ ഇരുന്ന് വായിക്കുക. ഏകദേശം 1200 1300ഓളം എപ്പിസോഡ് അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ചോദിച്ചു, നീ എന്താ ഈ വായിക്കുന്നത്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് അല്പം റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു നോവൽ, അത് വായിച്ചു വരുമ്പോൾ ഒരു ത്രില്ലാണ്. ചില സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തൊരു വിഗ്രഹമായിട്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം ഈ എഫേസ്യ ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാനൊരു കാര്യം തുറന്ന് ഞാൻ സംസാരിക്കട്ടെ. നമ്മൾ വാർത്തുണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹങ്ങളെ നമ്മൾ മാറ്റണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിഗ്രഹത്തെക്കുറിച്ച് പറയുക, ഹിന്ദുക്കൾക്ക് ഇത്ര വിഗ്രഹമുണ്ട്, നമ്മുടെ മറ്റുള്ള ക്രൈസ്തവർക്ക് ഇത്ര വിഗ്രഹമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് എത്ര വിഗ്രഹമുണ്ട്? നമ്മുടെ ഹൃദയത്തിനകത്ത്
എത്ര വിഗ്രഹങ്ങളാ ഇന്ന് രാത്രികാലം അവൻ ഒരു നിമിഷം ഒന്ന് ദൈവാത്മാവിന്റെ കൃത്യമായ നിയോഗത്തിൽ ഞാനൊന്ന് സംസാരിക്കുക, ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ചില വിഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിനകത്ത് ചില ചിന്തകൾ കിടക്കുന്നുണ്ട്. ആ ചിന്തകൾ ഇന്ന് രാത്രികാലം മാറുന്ന ഒരു രാത്രികാലമായിട്ട് മാറട്ടെ എന്ന് ആത്മാവിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? കർത്താവേ, അതെൻ്റെ മൊബൈൽ ഫോൺ ആകട്ടെ, അതെൻ്റെ ജോലിയാകട്ടെ, അതെൻ്റെ പണമാകട്ടെ, പല കാര്യങ്ങളും വിഗ്രഹമായിട്ട് കിടക്കുക. അർത്തിമോസിന്റെ ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എഫസോസിന്റെ പ്രത്യേകതയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ പ്രത്യേകത, അവിടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മുടെ ഇടയിൽ ഏതെങ്കിലും വിഗ്രഹമുണ്ടോ? ചിലർ പാസ്റ്റേഴ്സിനെ വിഗ്രഹമായിട്ട് കാണും, ചിലർ വിശ്വാസികൾ എന്ത് ചെയ്യും? വിഗ്രഹമായിട്ട് കാണും. എനിക്കറിയാം, അല്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരും. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തുറന്നു പറയുന്നത്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിഗ്രഹങ്ങൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നുവെങ്കിൽ മാറ്റം വരണം. മാറ്റം വരാതെ നമ്മളെ എത്ര ആരാധിച്ചിട്ടും കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറയും, കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, ഉപവാസമുണ്ട്, പക്ഷേ ഹൃദയത്തിൻ്റെ അകത്ത് എത്ര വിഗ്രഹങ്ങളാണ് നമുക്ക് കിടക്കുന്നതെന്ന് അറിയാമോ? ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, ഒരു കാര്യം ഞാൻ തുറന്ന് സംസാരിക്കുക, കൃത്യമായിട്ട് ദൈവാത്മാവ് ഇടപെടുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കുക. വിഗ്രഹത്തിൻ്റെ പ്രത്യേകത, അതിന് കണ്ണുണ്ടെങ്കിലും കാണത്തില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കത്തില്ല, മൂക്കുണ്ടെങ്കിലും മണക്കത്തില്ല. ചില സമയത്ത് നമ്മൾ വിഗ്രഹമായിട്ട് മാറാറുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഗ്രഹമായിട്ട് മാറാറുണ്ടോ? യൂട്യൂബിൽ പല വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിഗ്രഹമായിട്ട് മാറാറുണ്ടോ? ഈ ദിവസവും നമ്മൾ സ്ക്രോൾ ചെയ്യാറില്ലേ? ഒരു ദിവസം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ സ്റ്റഡി പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ കൈവിരൽ ഒരു ദിവസം എത്ര കിലോമീറ്റർ പോകുന്നുണ്ടെന്ന് അറിയാവോ? പ്രിയമുള്ളവരെ, ഈ കാര്യം മനസ്സിലാക്കണം. എത്ര കിലോമീറ്റർ നമ്മുടെ കൈവിരൽ ഒരു സമയത്ത് പോകുന്നുണ്ട്. മിക്കവാറും ടൈമില്ല. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ, പ്രിയ മാതാക്കളെ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ വരാത്തത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ വരാത്തത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഞാൻ തുറന്നു പറയട്ടെ. മർക്കോസ് ആ സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് 2-3 പേർ ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അവരുടെ നടുവിൽ, അല്ലെങ്കിൽ 2-3 പേർ പ്രാർത്ഥിക്കുമ്പോൾ, ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? അപേക്ഷിക്കുന്നതൊക്കെ ലഭിക്കും, അല്ലേ? ഈ 2-3 പേർ എന്ന് പറഞ്ഞാൽ കുടുംബത്തെ കാണിക്കുന്നതാണ്. ഇന്ന് കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ പണ്ട് ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ, എന്നാണെന്നറിയാമോ? പണ്ടൊക്കെ നമ്മൾ മുഖത്ത് നോക്കിയാൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇന്ന് നിലത്ത് നോക്കിയ, അല്ലേ? റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, വണ്ടിയിലിരിക്കുമ്പോൾ നമ്മൾ 2 സാധനം നമ്മുടെ ചെവിയിലോട്ട് വെക്കത്തില്ലേ? ആരും കാണാതെ. അടുത്തിരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ അറിയത്തില്ല, വിഗ്രഹമായിക്കൊണ്ടിരിക്കുക. ഈ രാത്രികാലം ഈ ബൈബിൾ സ്റ്റഡിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലൂടെ ഞാൻ നമ്മൾ അധ്യായം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയപ്പോൾ ഇന്ന് രാത്രികാലം ദൈവാത്മാവോട് കൂടിയ വിഗ്രഹം നമ്മുടെ ഇടയിൽ നിന്ന് മാറണം. ഈ ദെമത്രിയാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഈ വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ഇടയിൽ എത്ര ദെമത്രിയാസുമാരുണ്ട്? പറയാൻ പറ്റുമോ ഞാനൊരു ദെമത്രിയാസ് ആണ് കർത്താവേന്ന്? അവിടെ മാനസാന്തരം ഉണ്ടാകുന്നത്. നമ്മൾ മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പ്രിയമുള്ളവർക്ക് പറഞ്ഞുതരാം. ഇതിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിംഗ്സിൻ്റെ താഴെയായിട്ട് ഡിജിറ്റൽ പാരൻറ്റിങ് കൺട്രോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന് കാണാൻ പറ്റും. ഓരോ ആപ്പ് എത്ര ടൈം എടുത്തു എന്ന് കാണാൻ പറ്റും. ചോദ്യം, പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് എത്ര ടൈം നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ എന്നോട് എന്ത് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം ബൈബിൾ സ്റ്റഡി ആകുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്ര ടൈം നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്? അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നില്ലേ? പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നില്ലേ? പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ, നമ്മളൊരു വിഗ്രഹമായിട്ട് ഇരിക്കുവാണെങ്കിൽ, ഈ രാത്രികാലം ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ചില വിഗ്രഹങ്ങളെ ഇന്ന് രാത്രികാലം നമ്മൾ ഉടച്ചു കളയണം. അപ്പോസ്തല പ്രവൃത്തിയിൽ ആ ഒരു ഭാഗത്തെ കണക്ട് ചെയ്ത് പറഞ്ഞാൽ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഈ ഒരു കാര്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ കാണുന്നൊരു കാര്യം ഇങ്ങനെയാണ്. അവിടെ അമേൻ ചൊറിഞ്ഞുന്ന 2 വർഷത്തോളം ഈ മനുഷ്യൻ എന്ത് ചെയ്തു? എഫസോസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ ചെയ്ത് അതിന് ശിശുവായിട്ട് അങ്ങനെ അതിൻ്റെ 17-18 വാക്യം ഞാനൊന്ന് തുറന്ന് ഞാൻ വായിക്കുക. അമേൻ. പ്രിയമുള്ളവർ, അത് അംഗീകരിച്ചാൽ ഇല്ലേലും കുഴപ്പമില്ല. അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്. ഇത് എഫസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞ് അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവായ യേശുവിൻ്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് അറിയിച്ചു. ക്ഷുദ്ര പ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ ചുട്ടുകളഞ്ഞു. ചുട്ടുകളയാൻ പറ്റുമോ? ഇന്ന് രാത്രികാലം നമ്മൾ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന ചില വിഗ്രഹങ്ങളെ ചുട്ടുകളയാൻ പറ്റുമോ? അല്ലാതെ FSC ലേഖനം പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല.
ഞാൻ എൻ്റെ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ദാസ് ഈ ഒരു സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചപ്പോഴാണ് ദൈവാത്മാവ് ഇടപെട്ടത്. നമ്മുടെ ഇടയിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ വിട്ട് കളഞ്ഞിട്ടില്ല. ഒരു കാര്യം ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞോട്ടെ. എല്ലാ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി നമ്മൾ എന്നാ പറയും? എന്താ പറയുക? കുറേ തീരുമാനം എടുത്തിട്ട് നമ്മൾ പറയും, ഞാൻ 2024 കാര്യങ്ങൾ ഇന്ന് ചില വിഗ്രഹങ്ങൾ ഇന്ന് ഉടയണോ, ഇന്ന് അടുത്ത ക്ലാസ് നിങ്ങൾ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ഒറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടാൻ അത്രയും മതി. എന്തുവാ പറയുന്നത്? 2024 ചിലത് ഞാൻ വിട്ടതാ. 2024 വിട്ട കാര്യം ഇപ്പോൾ 2026 നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിട്ട കാര്യം വന്നേ ചിലരോട് നമ്മൾ ക്ഷമിക്കാൻ പറഞ്ഞതാ. പക്ഷെ അവരുടെ മുഖം കാണുമ്പോൾ നമുക്കൊരു കലിപ്പാ. ഇന്ന് രാത്രികാലം അതിനെ ചുടണം. ഇന്ന് രാത്രികാലം അതിനെ നമ്മൾ എടുത്തു കളയണം. അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ഏകദേശം 50,000 വെള്ളിക്കാശോളം വരുന്ന പുസ്തകങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞേ. എന്താ പ്രത്യേകത? അവർ മനസ്സിലാക്കി ഇതുകൊണ്ടൊന്നും കാര്യമില്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയണമെന്ന്. ഈ രാത്രികാലം സുരഞ്ജൻ നമ്മുടെ തിരഞ്ഞെടുപ്പും വിളിയും മനസ്സിലാക്കിയ പ്രിയമുള്ളവരോട് ഈ ബൈബിൾ സ്റ്റഡിയുടെ അകത്തായിരിക്കുമ്പോൾ ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. ചില വിഗ്രഹങ്ങൾ ഈ രാത്രികാലം ഉടയട്ടെ. ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരട്ടെ. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അവിടെ കാണുന്നൊരു കാര്യം ഇങ്ങനെയാ. എന്നാണെന്നറിയാമോ പ്രിയമുള്ളവരെ? അതിൻ്റെ 10-ാമത്തെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം കാണുന്നു. 10-11 വാക്യം. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയിൽ പാർക്കുന്ന എല്ലാ യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കുവാനിടയായി. അടുത്തൊരു കാര്യം, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഇന്ന് നടക്കുന്നുണ്ടോ ഈ കാര്യം? ഇന്ന് നടക്കുന്നുണ്ടോ? നമ്മൾ പറയത്തില്ലേ പൗലോസ് പണ്ട് അങ്ങനെ ചെയ്തെന്ന്? നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നടക്കാത്തത്? ക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് വരുമ്പോൾ, മാനസാന്തരം വരുമ്പോൾ, ആ മാനസാന്തരത്തിന് അനുരൂപമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നത്, അടയാളങ്ങൾ നടക്കുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് പല വിഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിനകത്ത് നിൽക്കുമ്പോൾ, ആ വിഗ്രഹങ്ങൾ നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുമ്പോൾ, ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, വിഗ്രഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ഇരുന്നു കൊണ്ട് ആരാധിക്കുമ്പോൾ ആ മഹത്വം, ദൈവത്തിന് പോകേണ്ട പല മഹത്വവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാത്ത ദൈവമാണ്. പക്ഷേ ഈ രാത്രികാലം നമ്മൾ ചിലത് പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാരണം, എൻ്റെ ജോലി കാരണം, എൻ്റെ ചില ചിന്തകൾ കാരണം, എൻ്റെ അക്കൗണ്ടിൽ നല്ല ബാലൻസ് ഉള്ളത് കാരണം, എനിക്ക് നല്ല വീടുള്ളത് കാരണം ചില വിഗ്രഹങ്ങൾ ഈ രാത്രികാലം ഉടഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എഫേസ്യ ലേഖന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഈ വചനത്തിലൂടെ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുമെന്ന്. 2025 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസഭയുടെ അകത്ത് നടക്കാതിരിക്കുമ്പോഴാണ് ദൈവസഭയിൽ പോലും പലതും വിഗ്രഹങ്ങൾ. കഴിഞ്ഞ ദിവസം ഒരു തമാശയാണെങ്കിൽ ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു, എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലൈവായിട്ടാണ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അവരുടെ യൂട്യൂബ് ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ വന്നു. ഇത് ചെക്ക് ചെയ്തപ്പോൾ എന്നാ സംഭവം എന്നറിയാമോ? ചർച്ചിനകത്തിരിക്കുന്ന യങ്സ്റ്റേഴ്സേ അവരൊരു 300 GB ചർച്ചിനകത്തിരുന്നിട്ട് സിനിമ ഡൗൺലോഡ് ചെയ്തെന്ന്. വൈഫൈ അല്ലേ, ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. എന്നാ ചെയ്തു? ഇതാണ് പ്രശ്നം. നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് എന്തുകൊണ്ട് ഉണർവ് നടക്കാത്ത? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കയറി നിൽക്കുമ്പോൾ ഉണർവ് നടക്കണമെങ്കിൽ ആ ഉണർവ് ആദ്യം നമ്മളിൽ നടക്കണം. മറ്റുള്ളവർ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് ആദ്യം എന്നോട് വിരൽ ചൂണ്ട, എൻ്റെ നേരെ വിരൽ ചൂണ്ട. മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് മുമ്പ് ആദ്യം ജീവിതത്തിലോട്ട് നോക്കുക. കർത്താവേ, എത്ര വിഗ്രഹമാണ് എൻ്റെ ജീവിതത്തിനകത്ത് നിൽക്കുന്നത്? ആ വിഗ്രഹങ്ങൾ ഇന്ന് ഉടയാതെ ഈ രാത്രിക്കാലം ഈ ബൈബിൾ സ്റ്റഡി കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് ആ ഒരു കാര്യത്തെ കണക്ട് ചെയ്ത് മുന്നോട്ട് കടന്നു പോകുകയാണ്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച കാര്യമല്ല. പക്ഷേ ദൈവാത്മാവ് ഇടപെടുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടുത്തൊരു കാര്യം സുരഞ്ജൻ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആ ക്രിസ്തീയ ചരിത്രത്തിലെ ഒരു ഹബ്ബായിട്ട് ഇത് മാറി. ആ കാര്യത്തെക്കുറിച്ച് ഇനി നമ്മൾ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ്, അതിനുശേഷമായിട്ട് തിമത്തിയോസ്, യോഹന്നാൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഈ എഫെസൂസിനെ കുറിച്ച് കാണാൻ പറ്റും. അത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ അതായിരിക്കും നമ്മുടെ കൺക്ലൂഷനായിട്ട് വരിക. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് എഫെസോസ് മാറി. അത് അതിൻ്റെ ആത്മീക പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗത്ത് വരുന്നത്. എങ്കിലും ഞാൻ അവിടെ നിന്ന് ടച്ച് ചെയ്ത് പോകട്ടെ. 19-ാം അധ്യായത്തിൽ അവിടെ 1-ാമത്തെ വാക്യം തൊട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെത്തിയപ്പോൾ അവിടെ ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചത്. 2-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും
പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ ചോദ്യം, നമ്മളോടാ ചോദ്യം, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ മീൻസ് വളരെ വ്യക്തമായിട്ട് വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ അതിനുശേഷമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ 6-ാമത്തെ വാക്യം, പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ അർത്തിമസ് ദേവിയെ സേവിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അതൊരു ഹബ്ബായിട്ട് മാറി. ക്രിസ്ത്യാനിറ്റിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിട്ടത് മാറി. എന്ന് പറഞ്ഞാൽ ഈ രാത്രികാലം എൻ്റെ പ്രിയമുള്ളവരെ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാതെ ഈ ക്ലാസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് ആയിരിക്കണം നമ്മുടെ കൺട്രോളറായിട്ടിരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര കാര്യങ്ങൾ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് പറയും, ലൂക്കോസിന്റെ സുവിശേഷം, മത്തായി സുവിശേഷത്തില യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് പകുതിയായെന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ യേശു കർത്താവ് അത്ഭുത പ്രവൃത്തികൾ ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നിറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരോട് പകരാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ ആ കാര്യത്തിന് കണക്ട് ചെയ്യട്ടെ. അതിന് ഉത്തരം എൻ്റെ പ്രിയമുള്ളവരെന്ന് എനിക്ക് വേണ്ടി പറഞ്ഞു തരാമോ? നമ്മുടെ ഈ വീട്ടിൽ ടാങ്കൊക്കെ ഉണ്ടല്ലോ, ടാങ്ക് നിറഞ്ഞു എന്ന് നമ്മളെങ്ങനെ അറിയുന്നത് പ്രിയമുള്ളവരെ? ടാങ്ക് നിറഞ്ഞു എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? വെള്ളം ഓവർഫ്ലോ ആയി പോകുമ്പോഴല്ലേ? അത് നിറഞ്ഞു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടാങ്ക് നിറഞ്ഞു എന്ന്. അത് നിറയാതെ കവിഞ്ഞൊഴുകാതെ പകരാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട്, പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ ആരാധിച്ചിട്ട്, പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, വിഗ്രഹങ്ങൾ അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാതിരിക്കുന്നത്. വിഗ്രഹങ്ങൾ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ പറ്റാതിരിക്കുന്നത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് കരം വെച്ച സമയത്ത് അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുവെങ്കിൽ ഈ രാത്രിക്കാലം ഇതൊരു ഓൺലൈൻ കൂട്ടായ്മയാണെങ്കിലും ഒരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും വ്യക്തമായിട്ട് ഞാൻ സംസാരിക്കട്ടെ, ഇതിൻ്റെ അകത്തും പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നമുക്ക് യാതൊരു കാര്യവും ചെയ്യുവാൻ സാധ്യമല്ല. അവിടെ നിന്ന് ആ ചില കാര്യങ്ങൾ ഞാനൊരു പോയിന്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, അവിടെ നിന്ന് ഒരു സ്പിരിച്വലി ഭയങ്കര ഒരു ഗ്രോത്ത് വരുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറുന്നു. അതിനുശേഷമായിട്ട് ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എഡ്യൂക്കേഷനും അതുപോലുള്ള സാംസ്കാരിക നഗരമായിട്ട് എഫെസോസ് മാറുന്നു. ഞാൻ എന്തിനാ അത് വളരെ വേഗത്തിൽ അവിടെ അവസാനിപ്പിച്ചെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു സിറ്റിയുടെ അകത്താണ് എന്ത് വന്നത്? മാറ്റം വന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഹൃദയത്തിനകത്തല്ലേ ഇന്ന് രാത്രികാലം മാറ്റം വേണ്ടത്? നമ്മൾ മറ്റുള്ളവർ, എനിക്ക് ഈ ഓപ്പൺ എയർ ഭയങ്കര ഇഷ്ടമാണ്. ഓപ്പൺ എയർ പ്രസംഗിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ആ മെസ്സേജിനെ ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഞാൻ തുറന്നു പറയാം. എനിക്ക് ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുക. മെസ്സേജ് എടുക്കുമ്പോൾ ദൂതൊക്കെ കിട്ടും, മെസ്സേജ് എടുക്കുമ്പോൾ ആലോചനയൊക്കെ കിട്ടും. പക്ഷേ ഇന്ന് ആ മെസ്സേജ് എവിടെ കൊടുക്കേണ്ടതെന്ന് അറിയാമോ? ദൈവസഭയുടെ അകത്ത് കൊടുക്കണം. മാനസാന്തരം. ദൈവസഭയുടെ അകത്താണ് ഈ കാര്യം വേണ്ടതെന്ന്. ആ ഒരു കാര്യത്തിലൂടെ നമ്മൾ ഇനി കടക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലൂടെ ഒരു ചാപ്റ്റർ, ഒരു ചെറിയൊരു കാര്യം, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോകുക. അവിടെ അത് ഞാൻ വളരെ വേഗത്തിൽ കമ്പിവാചകം പോലെ പറയും. നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യം മനസ്സിലാകും. ഈ എഫെസോസ് സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കണ്ടുപിടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയിലാണ്. 3-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത് 18-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം തൊട്ടിട്ട് 21-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം വരെയാണ് ഈ ഒരു മിഷണറി യാത്രയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഈ മിഷണറി യാത്രയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? എഫെസോസ് പട്ടണത്തെക്കുറിച്ച് കാണുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം എഫെസോസിൽ എത്തുന്നു. അതിനുശേഷമായിട്ട് 2 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് കണ്ടതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ പഠിപ്പിക്കുകയും അവർ പരിശുദ്ധാത്മാവ് ലഭിക്കുകയും ചെയ്യുന്നത് 2 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രസംഗമാണ് കാണുവാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവസഭയെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിൻ്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ഇങ്ങനെ ഒരു കാര്യം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ ദൈവസഭയുടെ അകത്ത് ഇന്ന് പ്രസംഗമാണോ ഉള്ളത് അതോ പഠിപ്പിക്കലാണോ ഉള്ളത്?
നമ്മുടെ ദൈവസഭയുടെ അകത്ത് ഇന്ന് എന്തുകൊള്ളേ? ശരിക്കും പ്രസംഗം എവിടെയാണ് വേണ്ടത്? പ്രസംഗം എവിടെയാണ് വേണ്ടത്? പറയാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് ഉത്തരം തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പ്രസംഗം ശരിക്കും എവിടെയാണ് വേണ്ടത്? പ്രസംഗം യഥാർത്ഥത്തിൽ വേണ്ടത് പുറത്താണ് വേണ്ടത്. സഭയുടെ അകത്ത് വേണ്ടത് പഠിപ്പിക്കലാണ്. ഇന്ന് ദൈവസഭയുടെ അകത്ത് പഠിപ്പിക്കലില്ലാതെ വരുമ്പോഴാണ് പല രീതിയിലുള്ള ന്യൂജനായിട്ടും അത് വാല് നീട്ടിയിട്ടും തല നീട്ടിയിട്ടും ഒക്കെ പലതും ചാടി വരുമ്പോൾ പറഞ്ഞു നമ്മളിൽ പലരും അതില്ലാതെ ഇന്ന് കിട്ടത്തില്ല. അങ്ങനെയുള്ള മെസ്സേജ് ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മെസ്സേജ് പറയുന്ന ആളുകൾക്ക് ഇന്ന് നല്ല മാർക്കറ്റിംഗാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ രക്തസ്രവക്കാരിയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവളെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. പല വൈദ്യന്മാരാണ് അവൾ ചികിത്സിച്ചു, അവൾക്കുള്ളതൊക്കെയും വിറ്റു. ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വരുന്ന പ്രവാചകന്റെ പോക്കറ്റ് വീർപ്പിക്കുവാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു മീറ്റിങ്ങിന് വിളിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ അവന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 2 ചക്കരവാക്ക് അടിച്ചു പോകുമ്പോൾ നമ്മളിവിടെ ആമേനും ഹല്ലേലൂയയും പറയുന്നതിന് മുമ്പ് അത് വചനമാണോ എന്നൊരു കാര്യം നോക്കണം. പ്രവാചക ശുശ്രൂഷയ്ക്ക് ഞാൻ എതിരല്ല. ആ ശുശ്രൂഷ ഞാൻ ചെയ്യുകയും അതിനെ വളരെ ബഹുമാനിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഏതെങ്കിലും പ്രവാചകന് വന്നിട്ട് അവന് പറയുവാൻ പറ്റുന്ന സകല കാര്യങ്ങൾ സഭയുടെ അകത്ത് അടിക്കുവാനുള്ള മോട്ടിവേഷൻ മെസ്സേജുകളായിട്ട് നമ്മുടെ സഭകൾ മാറുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവിൽ ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. സഭയുടെ അകത്ത് ഇന്ന് വേണ്ടത് പഠിപ്പിക്കലാണ്. സഭയുടെ അകത്ത് ഇന്ന് വേണ്ടത് കൃത്യമായിട്ട് ദൈവാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കലുകളാണ് വേണ്ടത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അത് കൃത്യമായിട്ട് അവിടെ സംവാദിച്ചു എന്ന് പറയുന്നത് സംവാദത്തെ നമ്മൾ നെഗറ്റീവായിട്ടൊന്നും കാണണ്ട. ആ സംവാദം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്: 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. അതിന് താഴെ എഴുതി വെച്ചേക്കുക 2 വർഷത്തോളം, ഏകദേശം 3 വർഷത്തോളമുള്ള സമയം ഇദ്ദേഹം എന്ത് ചെയ്തു? ആ കാര്യങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു. നമ്മുടെ സഭയുടെ അകത്ത് ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിച്ച എത്ര അമ്മാമ്മമാർ ആമേൻ പറയും? പറയത്തില്ല. ഞാൻ എന്നെ കൂടെ ചൂണ്ടിയാണ് പറയുന്നത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആദ്യ കാലഘട്ടത്തിലൊക്കെ സഭയുടെ അകത്ത് പഠിപ്പിക്കലുകൾ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നപ്പോൾ സമയത്തിന് ഞാൻ കൃത്യമായിട്ട് നമുക്ക് 8 മണിക്കാണല്ലോ ആൻറ്റി സ്റ്റോപ്പ് ചെയ്യേണ്ടത്? 8 മണിക്കാണല്ലോ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? അതോ എങ്ങനെ ഒന്ന് ടൈം ഒന്ന് പറയാമോ? ഞാൻ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്പം മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല, കാരണം ആൾക്കാർ കയറിയത് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ഓക്കെ, അങ്ങനെയാണ്. ഒരു 8:15 കൂടിയിട്ട് ആ ഒരു വാക്ക് ഞാൻ തരാം. 8:15 കൂടിയിട്ട്. അപ്പം ഇപ്പം ഞാൻ 8:15 എന്ന് പറയുമ്പോൾ പറഞ്ഞു ആൻറ്റി. 8:15 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്ത് വന്നിട്ടുണ്ടാകും? 8:15 എന്നുള്ളൊരു സംഖ്യ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സഭയുടെ പ്രശ്നം. നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്ത് വെച്ചു. 12 മണിക്ക് ആരാധന തീരും. 11:55 ആകുമ്പോൾ ബൈബിള്, ഇപ്പോൾ സിബുള്ള ബൈബിളോട് നല്ല എളുപ്പമാണ്. ബൈബിള് പൂട്ടും. പിന്നെയും പാസ്റ്റർ നിർത്തുന്നില്ലെന്ന് കണ്ട് എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഇന്ന് രാത്രിക്കാലം അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നേ. നമ്മൾ എന്ത് ചെയ്യും? കവറിൻ്റെ ഉള്ളിലോട്ട് കയറ്റിക്കും. ആദ്യമൊക്കെ ബൈബിള് കയ്യിൽ വെച്ചാൽ നടന്നുകൊണ്ടിരുന്നത്. ബാഗിൻ്റെ ഉള്ളിലോട്ട് കയറ്റും. പിന്നെ അവിടെ ഒരു കഥകളിയാണ്. അച്ചായനും അമ്മാമ്മ ഒരു കഥകളിയാണ്. അച്ചായൻ ഇവിടെ നിന്ന് കണ്ണുകൊണ്ട് കാണിക്കും. ആ സമയമായി പയ്യെ. ഇത് നടക്കുന്ന കാര്യമാണേ. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ കൃത്യം 8:15 ഞാൻ നിർത്തും. അത് കൃത്യമായിട്ട് ഞാൻ ആ ഒരു കാര്യം സംസാരിക്കുക. അപ്പോൾ ആ ടൈമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ലേ? ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ സഭയുടെ അകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില വിഗ്രഹങ്ങൾ ഇന്ന് രാത്രിക്കാലം ഉടയണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു എന്ന് പറയുന്നത് പേടിച്ചു വിറച്ചാണോ പ്രസംഗിച്ചത്? അല്ല. അതാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന ശക്തി, ആ ശക്തിയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്? രൂപാന്തരപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ചില പ്രത്യേകമായ തലത്തിൻ്റെ അകത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ചില ഭയങ്ങൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാത്തത് കൊണ്ടാണ് പലതും നമ്മൾ ഇന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് കാലഘട്ടത്തിലൊക്കെ ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, കേട്ടൊരു കാര്യമാണ്. ദൈവവചനത്തിന് വിപരീതമായിട്ട് ദൈവസഭയുടെ അകത്ത് ആരെങ്കിലും സംസാരിച്ചാൽ അവിടെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറഞ്ഞേനെ അത് ദൈവവചനത്തിലുള്ള കാര്യമല്ലെന്ന്. ഇന്ന് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഒരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. അങ്ങനെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം. ദൈവവചനമല്ല എന്ന് കണ്ടാൽ അതിൽ ആമേൻ പറയാൻ നിൽക്കരുത്. ആ പാസ്റ്റർ എന്നാ ചിന്തിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ദൈവവചനത്തിന് വിപരീതമായിട്ട് ഏത് കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി നിൽക്കരുത്. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യേകത, ഈ ഗലാത്യ ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അല്ലയോ ബുദ്ധിയില്ലാത്ത, നമ്മുടെ സഭയിൽ വന്നിട്ട് ആ കാര്യം പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിച്ചേക്കുന്നത്.
നമ്മളെ അങ്ങനെ വിളിച്ചായിരുന്നല്ലോ. ഞാൻ ചിന്തിക്കുക, അപ്പോസ്തലനായ പൗലോസ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് ഇരുന്നിരുന്നെങ്കിൽ സഭയുടെ അകത്ത് നിന്ന് വിശ്വാസികൾ ഉണ്ടാകത്തില്ല, അപ്പോസ്തലൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം പുള്ളിയുടെ മെസ്സേജ് അങ്ങനെയാണേ. എഫേസ്യ ലേഖനം ഇനി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇനി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പൊളിയോ. ചില വിഗ്രഹങ്ങളൊക്കെ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ കർത്താവിൻ്റെ കൃപയാൽ അത് ചിലത് പൊളിയും. അടുത്തൊരു കാര്യം, അതിന് 13 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പല ആളുകളും എന്ത് ചെയ്തു? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഒരു കാര്യങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ നിമിത്തമായിട്ട് എത്ര പേര് ക്രിസ്തുവിലോട്ട് വന്നിട്ടുണ്ട്? നമ്മുടെ പൊതുവെയുള്ളൊരു ചിന്തയാണേ. പാസ്റ്റർമാരുടെ ഉത്തരവാദിത്വമാണ്. ഞാൻ അതിനോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ, കർത്താവ് വിശ്വാസികളെയാണോ ഉണ്ടാക്കിയത്, ശിഷ്യന്മാരെയാണോ ഉണ്ടാക്കിയത്? ഒന്ന് പറയാൻ പറ്റുമോ? കർത്താവ് ശിഷ്യന്മാരെ. നമ്മുടെ സഭയുടെ അകത്ത് ഇന്ന് എന്തുള്ളേ? നമ്മുടെ സഭയുടെ അകത്ത് എന്തുള്ളേ? എൻ്റെ സഭയുടെ അകത്ത് ഇത്രയും വിശ്വാസികളുണ്ട്. എൻ്റെ സഭയുടെ അകത്ത് 50,000 വിശ്വാസികൾ. കഴിഞ്ഞ ദിവസം കേട്ട വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ കണക്ട് ചെയ്യട്ടെ. ഒരു ദൈവഭക്തൻ സ്വർഗത്തിലോട്ട് പോയിട്ട് അദ്ദേഹം ഈ സ്വർഗത്തിൻ്റെ വാതിലൊക്കെ കടന്ന് അകത്ത് കയറിയപ്പോൾ അദ്ദേഹത്തിന് ദൈവം ഒരു പെർമിഷൻ കൊടുത്തു. സങ്കല്പ കഥയാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒന്ന് പോയി വിളിച്ചോളാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ IPSക്കാരെ പോയി വിളിച്ചു. അവിടെ ഒരൊറ്റ IPSക്കാരനില്ല. പുള്ളിക്കാരൻ പോയി ഏജിക്കാരെ വിളിച്ചു, ചർച്ച് ഓഫ് ഗോഡിനെ വിളിച്ചു, എല്ലാത്തിനെയും വിളിച്ചു. ഒരൊറ്റയൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇവരൊക്കെ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, അവരെല്ലാം താഴെ കിടക്കുന്നുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അമേൻസ്വരം ചെയ്യുന്നു, താഴെ പോയി നോക്കിയപ്പോൾ താഴെ കാണുമെന്ന് വിചാരിച്ച പലരും എവിടെയാണ്? മുകളിലാണ്. അതാ വചനത്തിൽ പറയുന്നത്, മുമ്പന്മാർ പലരും എന്തുവാകും? ബിംബന്മാരാകുമെന്ന്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് ശിഷ്യന്മാരെയാണ് ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കർത്താവ് പറയുന്ന കാര്യമുണ്ട്, നിങ്ങളോ ലോകാവസാനത്തോളം, ഞാനോ ലോകാവസാനത്തിൽ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിന് മുമ്പ് കർത്താവ് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? വിശ്വാസികളെ അല്ല. ഇന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വാസികളെ വിളിക്കാം. ഇന്ന് കർത്താവിനെ പലരും എന്താക്കിയേക്കുക? ഒരു ബ്രോക്കർ ആക്കിയേക്കുക. വീട് കിട്ടണോ? ഞങ്ങളുടെ സഭയിലോട്ട് പോരെ. വണ്ടി വേണോ? ഞങ്ങളുടെ സഭയിലോട്ട് പോരെ. അപ്പോൾ ഈ വണ്ടിയും വീടും കിട്ടിക്കഴിയുമ്പോൾ ഇവരെന്നെ ചെയ്യും? പിന്നെ അടുത്ത എന്തെങ്കിലും പ്രശ്നം വരണം. ശിഷ്യന്മാരായ എന്താ പ്രത്യേകത എന്നറിയാമോ? ശിഷ്യന്മാരായ അവസാനത്തോളം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാ ശിഷ്യന്മാരെന്ന് പറയുന്നത്. ആ ഗുരു പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ മറ്റുള്ളവരോട് പറയുന്നവരാ ശിഷ്യന്മാർ. അതുകൊണ്ട് ആ ഭക്തനായ മനുഷ്യൻ അതിൻ്റെ 13 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ പല ആളുകളോടും സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം എൻ്റെ പ്രിയങ്ങളോട് ചലഞ്ച് ചെയ്യട്ടെ. 2026 ആ 100 ആളുകളോടൊന്ന് സുവിശേഷം പറഞ്ഞ ഒറ്റ ആളുടെ ആത്മാവ് നേടുവാൻ കഴിയുന്നെങ്കിൽ അതാ ഏറ്റവും വലിയ കാര്യം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞ, ഈ ലോകത്തിലെ സകലത്തെക്കാളും വലുതാ, ഈ ലോകത്തേക്കാൾ വിലയേറിയതാണ് ആത്മാവ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് മറ്റു പലതിന് സമയമുണ്ട്. പക്ഷേ കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഭൂമിയിലായിരുന്നപ്പോൾ എത്ര ആരാധന കൂടിയെന്നോ, എത്ര വിശ്വാസത്തിൽ നിന്നു എന്നുള്ള കാര്യമല്ല, എത്ര പേരെ എനിക്ക് വേണ്ടി നേടി എന്ന് ചോദിക്കുമ്പോൾ ഭക്തനായ പൗലോസ് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പോയോടത്തൊക്കെയും ഞാൻ എന്ത് ചെയ്തു? സുവിശേഷം പങ്കുവച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളൊരു ഡോക്ടറാണെങ്കിലും നമ്മൾ തുടക്കത്തിൽ ചോദിച്ചില്ലേ, പലരും പറഞ്ഞില്ലേ നേഴ്സാണ്, ലാബ് ടെക്നീഷ്യനാണ്, പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ കർത്താവിൻ്റെ ദാസി പാസ്റ്റർ എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ എന്നെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നാണ്. നമ്മുടെ പേരിൻ്റെ കൂടെ ഇവാഞ്ചലിസ്റ്റ് എന്ന് ആഡ് ചെയ്യും. നമ്മുടെ പേരിൻ്റെ തൊട്ട് മുമ്പ് ഇവാഞ്ചലിസ്റ്റ് എന്ന് ആഡ് ചെയ്താൽ അവിടെ ക്രിസ്തുവിൻ്റെ ശബ്ദമായിട്ട് നമ്മൾ മാറുമ്പോൾ, നമ്മളിവിടെ ഒരു തലമുറ പുറത്തോട്ട് വരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മൾ കാത്തിരിക്കുക. എന്നാൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവറിയാത്ത ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റും ഇരിക്കുമ്പോൾ അമേൻസ്വറിഞ്ഞെന്ന് നമ്മളിങ്ങനെ സുഖിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദൈവാത്മാവ് ഈ രാത്രിക്കാലം നമുക്കൊരു ആഹ്വാനം നൽകുക. എന്താണെന്നറിയാമോ? അമേൻസ്വറിഞ്ഞെന്ന് ചിലരെയൊക്കെ നേടുവാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് പൗലോസെ ഈ എഫെസോസിലോട്ട് പോയത്? അർത്തിമിസിൻ്റെ കോട്ടയല്ലേ അത്? അനാചാരങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങൾ നിൽക്കുന്ന ഒരു തലമല്ലേ അത്? പക്ഷെ ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നറിയാമോ? അത് ഒന്നുകൊണ്ടുമല്ല ഞാൻ അവിടെ പോയത്. അമേൻസ്വരം ചെയ്യുന്നു, എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ചിലരെ കൂടെ നേടണം. അതുകൊണ്ട് ആ മനുഷ്യൻ തന്റെ അവസാന കാലഘട്ടത്തിൽ തിമോത്തിയോസിൽ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തുന്ന്. മരിക്കുന്ന സമയത്ത് പറയാനുള്ള കാര്യമല്ല അത്. ഇന്ന് രാത്രികാലം നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പറയുവാൻ കഴിയണം, കർത്താവിന് വേണ്ടി ഞാൻ ചിലതിനെ നേടി. അങ്ങനെയാ എഫെസോസ് എന്ന് പറയുന്ന പട്ടണം അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്ന കാര്യമായിട്ട് വരുന്നത്. അങ്ങനെയാ എഫെസോസ് പട്ടണം എന്ന് പറയുന്ന അർത്തിമേസിന്റെ കോട്ട അത് ക്രിസ്തുവിന്റെ ആ ഒരു മേഖലയായി മാറിയത്.
അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇല്ലുസ്ട്രേഷൻ. അന്ധകാരത്തിൽ കിടന്നിരുന്ന ആ ഒരു മേഖലയെ വെളിച്ചത്തിലോട്ട് നയിച്ചത് അപ്പോസ്തലനായ പൗലോസിന്റെ ആ കാഴ്ചപ്പാടാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അമേൻസുന്ന യെശയ്യാ പ്രവാചകനിലും അമേൻസുന്ന സുവിശേഷങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എളിയവരോട് സദ്വർത്തമാനം പറയുവാൻ വേണ്ടിയിട്ടാ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാ, അനേക പ്രിയമുള്ളവരെ സൗഖ്യമാക്കുവാൻ വേണ്ടിയിട്ടാ, അനേക പ്രിയമുള്ളവരെ ക്രിസ്തുവിലോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടാ. എന്നിട്ടും നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ മേൽ കിടക്കുന്ന വിളിയും തെരഞ്ഞെടുപ്പും അത് ചുമ്മാ ഒരു ലേബലായിട്ട് മാത്രമേ കിടക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ചിലതിനെ നേടണം. ഈ രാത്രികാലം ഒരു തീരുമാനം എടുക്കാൻ പറ്റും. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനിലോട്ട് വരാൻ പോവുക. ഒരു തീരുമാനം എടുക്കാൻ പറ്റും, കർത്താവേ തെറ്റി പറ്റി പോകുന്നു കർത്താവേ, ഈ രാത്രികാലം കർത്താവിന് വേണ്ടി ഒരാളെ പോലും നേടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒഡീഷയിലോട്ട് ലാസ്റ്റ് ടൈമിൽ ഞാൻ പോയ ടൈമിൽ ട്രെയിനിൽ ഇരിക്കുക. നമ്മൾ റിസർവ് ചെയ്താൽ പോയത്. ട്രെയിനിലിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെട്ടു. എന്ത് ചെയ്യാൻ? സുവിശേഷം പറയാൻ. ട്രെയിനിൽ എങ്ങനെ സുവിശേഷം പറയാൻ പറ്റുമോ? ഒന്നാമത് മലയാളീസ് അല്ല, നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരുടെ അടുത്ത് സുവിശേഷമായിട്ട് പോയി അവരെന്ത് ചെയ്യും? അടിച്ചോടിക്കും. ആ സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം, നീ ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒരു കാര്യം, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, നിങ്ങളുടെ സ്മൈലി നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു, കാരണം നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. അവിടെ ഇരുന്ന ഒരു ഒറ്റ ഇരിപ്പിൽ ഒരു 50 കാർഡൊക്കെ എഴുതി. 50 കാർഡ് എഴുതിയിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതി. അത് വായിക്കാൻ പറ്റുമെന്നുള്ള ആരും എനിക്കറിയത്തില്ല. പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് 50 കാർഡ് കൊണ്ട് പോയപ്പോൾ പലരും വാങ്ങി, പലരും എന്ത് ചെയ്തു? അവിടെ മടക്കി വെച്ചു. ഏറ്റവും ഒടുവിലായിട്ട് 3 ചെറുപ്പക്കാർ, കൊൽക്കത്തയിലോട്ട് പോകുന്ന 3 ചെറുപ്പക്കാർ, അവർ ആ കാർഡ് വാങ്ങിയിട്ട് അവരുടെ മൊബൈൽ ഫോണിൻ്റെ പുറകിൽ അത് വെച്ചു. എന്താ സംഭവം എന്നറിയാമോ? ആ പുറകിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്, ഈ വേർഡ്സ് അത് ഞങ്ങളെ വല്ലാതെ ഇൻസ്പയർ ചെയ്യുക. പ്രിയമുള്ളവരെ, അമേൻസ് പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, അമേൻസ്. പക്ഷെ അതിൻ്റെ അകത്തും അമേൻസ് ഇതുപോലെ ട്രിവാൻഡ്രത്ത് ഒരിക്കലും ഒരു പരസ്യത്തിന് പോകുന്ന സമയത്ത് അവിടെ ഒരു മനുഷ്യൻ, ഒരു RSSകാരൻ, അവന് മറ്റൊരു സഹോദരൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില വാക്കുകളൊക്കെ പറഞ്ഞു, തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പോയി. അതിനുശേഷം ലീഡ് ചെയ്യാൻ ഞാൻ പോയപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ നീ ഇനി ഒരു വാക്കും വേണ്ടി നിന്നെ ഞാൻ തട്ടു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ആവേശമായി. എന്നറിയാമോ? മരിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം, ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഞാൻ ഈ സുവിശേഷ വേലയിലൂടെ ഇറങ്ങി വന്ന സമയത്ത് പലരും എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ ഇതിലോട്ട് പോയിട്ടൊന്നും കാര്യമില്ല. പക്ഷെ അഭിമാനത്തോടെ ഞാൻ പറയാം, ഈ വചനം എടുത്തതുകൊണ്ടാണ് ഇന്ന് എൻ്റെ പ്രിയമുള്ളവരുടെ മുമ്പാകെ എനിക്ക് ആയിരിക്കുവാൻ കഴിയുന്നത്. ഈ ലോകം മുഴുവൻ ഞാൻ നേടിയിട്ട് എൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവിടെ എത്തുന്ന സമയത്ത് എനിക്ക് പ്രതിഫലമൊന്നുമില്ല എങ്കിൽ പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കർത്താവ് നമുക്ക് എന്തിനാ അവസരം തരുന്നതെന്ന് അറിയാമോ? ചിലരോടൊക്കെ സുവിശേഷം പറയണം കേട്ടോ. നമ്മുടെ അയൽവക്കക്കാരോടൊക്കെ സുവിശേഷം പറയണം കേട്ടോ. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ ജീവിതം സാക്ഷ്യമുള്ളതാകണം. തിമത്തിയോസി പറഞ്ഞൊരു കാര്യമുണ്ട്, മകനെ തിമത്തിയോസേ, നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. എൻ്റെ വാക്കിലെ നടപ്പിലെ പ്രവൃത്തിയിലൊക്കെ എന്ത് വേണം? അതാ ഏറ്റവും നല്ല സുവിശേഷം എന്ന് പറയുന്നത്. എൻ്റെ ദേശത്ത് എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ സുവിശേഷം പരസ്യയോടെ ഞാൻ പറഞ്ഞിട്ടില്ല. ഒറ്റ തവണ മാത്രം ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് സംസാരിച്ചുള്ളൂ. പക്ഷേ എന്നെ എൻ്റെ ചർച്ചിലെ പല യൗവനക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അവനിപ്പോഴും 19-ാം നൂറ്റാണ്ടിലെന്നാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ മോഡേണായിട്ട് മുടിയൊന്നും വെട്ടാൻ അറിയത്തില്ല. പക്ഷേ അതേ വിളിച്ചവൻ തന്നെ അവൻ്റെ ജീവിതത്തിനകത്തൊരു പ്രശ്നം വന്നപ്പോൾ ആദ്യം അവൻ ഓടിയെത്തത് എൻ്റെ അടുത്തൂടെ. എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ജീവിതമാകണം സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ആ സാക്ഷ്യത്തിലൂടെയാകണം അനേകരെ നമ്മൾ തൊടേണ്ടത്. ക്രിസ്തു സംസാരിച്ചതുപോലെ ഈ സെക്ഷൻ്റെ അവസാനത്ത് നമ്മൾ വരുന്ന സമയത്ത് ഒന്ന് കാണാൻ പറ്റുമോ? ക്രിസ്തു കണ്ടതുപോലെ നമുക്ക് മറ്റുള്ളവർ കാണാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഞങ്ങളൊരു ഓപ്പൺ എയറിങ്ങിന് പോയി. 8 സ്ഥലത്ത് ഞങ്ങൾ പരസ്യവും നടത്തി. ഒരച്ഛനും മോനും. മോനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ മൊത്തം ചെളി പിടിച്ചിരിക്കുക. ചെളി പിടിച്ചിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യം നമ്മൾ ഇങ്ങനെ പോയ സമയത്ത് മിണ്ടാനൊന്നും വന്നില്ല. പക്ഷെ ദൈവാത്മാവ് ഒരു കാര്യം ഇടപെട്ടു. നീ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിന് കൈ കൊടുത്ത് തോളത്ത് കൈയിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ പൊന്ന ദൈവമക്കളെ, അദ്ദേഹത്തിന് വിഷമങ്ങൾ പറയാനിടയായി തീർന്നു, അദ്ദേഹത്തിൻ്റെ ഭാരങ്ങൾ പറയാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ അവിടെ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. അത് മതിയെന്നേ. അവന് വലിയ തിയോളജി ഒന്നും വേണ്ട. യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഒരാളോടെങ്കിലും നമുക്ക് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം അവിടെ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. 4-5 കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ പാട്ടും കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, അല്ല മക്കളെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ടോ? ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ യേശു അപ്പം സ്നേഹിക്കുന്നു. അതാ സുവിശേഷം.
അതാ വചനം പറയുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ലോകത്തെ സ്നേഹിച്ച ദൈവം, ആ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിൽ അമേൻ സ്വന്തം നമ്മളിലൂടെ ഒരാളെങ്കിലും കർത്താവിൻ്റെ രാജ്യത്തിനോട് വരുന്ന രാത്രികാലമാണ്. ഈ രാത്രികാലം മാറുമ്പോൾ ഈ ബൈബിൾ സ്റ്റഡി ഞാൻ എൻ്റെ പ്രിയമുള്ളവർ ചലഞ്ച് ചെയ്യുകയാണ്. ഒരാളുടെയെങ്കിലും ജീവിതത്തിനകത്തൊരു വെളിച്ചമാകുവാൻ നമുക്ക് കഴിയട്ടെ. ഒരാളുടെയെങ്കിലും ജീവിതത്തിനകത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നതായിട്ട് മാറുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. പൗലോസിനോട് ചോദിച്ചാൽ അതിന് താഴെ 17 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെയുള്ള ഈ വെള്ളി ഉണ്ടാക്കുന്ന ആളുകളും ഇതുപോലെ പല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇവർക്ക് എതിരായി മാറി. ചോദ്യം, സുവിശേഷം പറയുമ്പോൾ എതിർപ്പ് വരത്തില്ലേ? സുവിശേഷം പറയുമ്പോൾ എതിർപ്പ് വരുമ്പോഴും അമീൻസ് ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മുടെ കർത്താവ് അമീൻസ് ഇതെല്ലാം സഹിച്ചുവെങ്കിൽ എൻ്റെ പ്രിയമുള്ള ഒരു അടി കിട്ടിയാലും കുഴപ്പമില്ലെന്നേ. ഒരടി കിട്ടിയാലും കുഴപ്പമില്ലെന്നേ. നമ്മൾ അഭിമാനത്തോടെ അമേൻ പറഞ്ഞെന്ന് വിളിച്ചു പറയുന്ന ഈ സുവിശേഷമുണ്ടല്ലോ, ഇത് സത്യ സുവിശേഷമായി. എന്തുകൊണ്ടാണ് വചനത്തിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് സത്യവേദപുസ്തകമാണെന്ന്? ഇത് സത്യം ആയതുകൊണ്ടാണ്. ആ കർത്താവ് വീണ്ടും മടങ്ങി വരുമെന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ്. ഈ രാത്രികാലം നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളായിരിക്കുന്ന മേഖലകളിൽ എൻ്റെ പ്രിയമുള്ള ഒരു മെഡിക്കൽ ഫീൽഡിലുള്ളവരോട് ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. പാസ്റ്റേഴ്സിനെക്കാളും ഏറ്റവും നന്നായിട്ട് സുവിശേഷം പറയാൻ പറ്റും നിങ്ങൾക്ക്. ഒരു രോഗിയെ കാണുമ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും പറയുമോ വേണ്ടാന്ന്? ഒരിക്കലും പറയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങൾ ഒന്ന് ട്രൈ ചെയ്യും. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളിലൂടെ ആരെ കാണട്ടെ? ക്രിസ്തുവിനെ കാണുമ്പോൾ അർത്തിമീസിൻ്റെ കോട്ടയായിരുന്ന എഫെസോസിൻ്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി നടന്നുവെങ്കിൽ നമ്മളായിരിക്കുന്ന ഹോസ്പിറ്റലിനകത്ത്, നമ്മളായിരിക്കുന്ന രാജ്യത്തിൻ്റെ അകത്ത്, നമ്മളായിരിക്കുന്ന റൂമിൻ്റെ അകത്ത് അമീൻസ് അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കുമെങ്കിൽ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് പ്രിയമുള്ളവർ, ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെ പ്രശ്നങ്ങൾ വന്നു, അതിനെതിരായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അവിടെ 21 തൊട്ട് 34 ഒരു വാക്യങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ ഇവർക്കെതിരായിട്ട് നിന്നു. അർത്തിമോസിനെ കുറിച്ച് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഭക്തൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ അർത്തിമോസ് കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമുണ്ട്. ഏലിയാവിൻ്റെ ഒരു കാര്യം കൂടെ ഇവിടെ കണക്ട് ചെയ്തെന്ന് പറയട്ടെ. ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യഹോവയുടെ പ്രവാചകനായിട്ട് ഞാൻ മാത്രമുള്ളെന്ന്. എൻ്റെ പ്രിയമുള്ളവർ, ഒറ്റയ്ക്കാകുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒറ്റയ്ക്കാകുമ്പോഴാണ് നമുക്ക് ആരെയും പേടിക്കാതെ ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. എന്തോന്നറിയാമോ? ഉറപ്പെന്നാണെന്നറിയാമോ? എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, ആ യേശു താങ്കളെയും സ്നേഹിക്കുന്നു എന്ന് പറയുവാനൊരു പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ എഫേസ്യ ലേഖനത്തിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അമേൻസ് പറഞ്ഞ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ കൈമാറി അവസാനിപ്പിക്കട്ടെ. എന്നാണെന്നറിയാമോ? നമ്മുടെ മേലൊരു വിളിയുണ്ടാകും. അതാ എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കണമെന്ന്. മനസ്സിലായോ നമ്മുടെ വിളി? മനസ്സിലായോ നമ്മുടെ തെരഞ്ഞെടുപ്പ്? എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്? നമ്മൾ ക്വാളിഫൈഡ് ആയതുകൊണ്ടല്ല. ഞാൻ ചിന്തിക്കുക, കർത്താവിന് വേണമെങ്കിൽ ഈ ലോകത്തിലുള്ള സകല ആളുകളെ ഒറ്റയടിക്ക് ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്തുകൂടെ? മാനസാന്തരപ്പെടുത്തിക്കൂടെ? പക്ഷെ എന്തിനാ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പോൾ, മഹത്തരമായ മിഷന് വേണ്ടിയിട്ട് നമ്മളെ കർത്താവ് കണ്ടതുകൊണ്ടാണ് ആ മിഷന്റെ ഭാഗമായിട്ട് കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചത്. എന്ന് പറഞ്ഞാൽ കർത്താവിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. ആ മിഷൻ നമ്മളിലൂടെ ആ മിഷൻ പൂർത്തീകരിക്കുമ്പോൾ, അതിലൂടെ കർത്താവിൻ്റെ നാമമഹത്വം ഉയരുമ്പോൾ, ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിരിക്കുന്ന പ്രിയമുള്ളവരോട് ആത്മാവിൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, നമ്മുടെ മേലൊരു വിളിയും തിരഞ്ഞെടുപ്പും ഉണ്ട്. അതാണ് എഫേസ്യ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകേണ്ടത്. അവിടെ പ്രശ്നങ്ങൾ വരുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു, പക്ഷെ പലരും എന്ത് ചെയ്തു? മാനസാന്തരപ്പെടുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, പ്രശ്നമില്ലാതെ സുവിശേഷം പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. പ്രശ്നമില്ലാതെ സുവിശേഷം പങ്കുവയ്ക്കാൻ പറ്റത്തില്ല. വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോകുകയാണ്. അർത്തിമോസിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതിൻ്റെ ചില ഇമേജസ് ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കും. ഇനി വരുന്ന കുറച്ച് ഇമേജസ്, ഇത് ആ ഒരു അർത്തിമോസ് പട്ടണത്തിൻ്റെ ഒരു ഏകദേശം ഒരു മോഡലാണ്. എഫെസോസ് പട്ടണത്തിൻ്റെ ഒരു മോഡലാണ് ഇത്. അപ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്ന കാര്യമുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, പല കാര്യങ്ങൾ വിൽക്കുന്നവരുണ്ട്, പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി ഇമേജസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാ ഒരു അപ്പോസ്റ്റൽ പ്രവൃത്തിയുടെ മൊത്തത്തിലുള്ളൊരു സമ്മറിയാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്റ്റലായ പൗലോസ് അങ്ങോട്ടേക്ക് കടന്നു പോകുന്നു. അവിടെ വരുന്നതിന് ശേഷമായിട്ട് അവിടെ പരിശുദ്ധാത്മ സ്നാനം കൊടുക്കുന്നു, യേശുവിനെ കുറിച്ച് പറയുന്നു. അവിടെ സ്കേവയുടെ, അവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുറന്നു പറയട്ടെ. സ്കേവയുടെ മക്കള് അവർ പോയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതിന് 13ാമത്തെ വാക്യം തൊട്ടിട്ട് അവിടെ കാണുന്ന കാര്യം ഇങ്ങനെയാണ്: എന്നാൽ ദേശാന്തരതികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തെ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തെ ഞാൻ ആണയിടുന്നു. അപ്പോൾ ആ ഭൂതം ചോദിക്കുക, യേശുവിനെ ഞാൻ അറിയുന്നു, ദുരാത്മാവ് അവരോട്, 15ാമത്തെ വാക്യം, ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആര്? ഒരു കാര്യം ഞാൻ അവിടെ തുറന്ന് സംസാരിക്കട്ടെ. ചുമ്മാ യേശുവിൻ്റെ നാമം അമേൻ പറഞ്ഞോ കണ്ടവരുടെ മുമ്പിൽ പോയിട്ട് ആണയിടാൻ നിൽക്കരുത്.
അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാ. അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. സ്വർഗം ദൈവമാണ്, ദൈവത്താണ് ഞാൻ ഈ കാര്യം സത്യം ചെയ്യുക, അല്ലെ അമ്മയാണ് സത്യം, അല്ലെ യേശുവാണ് സത്യം. അത് ചുമ്മാ അവിടെ ഇവിടെ കൊണ്ടിടാനുള്ള നാമമല്ല. ആ നാമം സകല അമേൻ സ്വതന്ത്രം മുഴങ്കാലുകളും മടങ്ങുന്ന ഒരേ ഒരു നാമമാ. ആ നാമത്തിൽ അമേൻ സ്വതന്ത്രം നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രികാലം ആ കർത്താവിനെ അമേൻ സ്വതന്ത്രം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഒരു ഭാഗ്യം കർത്താവ് നൽകിയെങ്കിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവസാന ചില മിനിറ്റുകളോട് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അമേൻ സ്വതന്ത്രം നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? എഫെസ്യ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. അമേൻ സ്വതന്ത്രം ചില കോട്ടകൾ തകർന്നത് സുവിശേഷ നിമിത്തമായിട്ടാണെങ്കിൽ അമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അമേൻ സ്വതന്ത്രം വെളിപ്പെട്ടപ്പോൾ അവിടെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നടന്നുവെങ്കിൽ അമേൻ സ്വതന്ത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ഉടയാതെ കിടക്കുന്ന ചില വിഗ്രഹമുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറയ്ക്ക് ഒന്ന് വേണമെങ്കിൽ ഓഫ് ആക്കിയോ, കുഴപ്പമില്ല. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മൾ മാത്രം കണ്ടാൽ മതി. പക്ഷേ ഈ രാത്രികാലം നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ പോകുന്ന സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എഫെസോസിന്റെ ആമേൻ സ്വതന്ത്രം കൊടികുത്തു വാണുകൊണ്ടിരുന്ന ദേശാന്തര ശക്തിയുടെ മധ്യേ ഭക്തനായ ആ മനുഷ്യൻ കടന്നു ചെന്നപ്പോൾ ആമേൻ സത്യ സുവിശേഷത്തെ അവിടെ പ്രസംഗിച്ചപ്പോൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യ സുവിശേഷത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് തീരുക. ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരെയും അഭിഷേകം ചെയ്യുന്ന ഒരു രാത്രികാലമായിട്ട് മാറുമ്പോൾ എത്ര പേർക്ക് ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? എത്ര പേർക്ക് ഇന്ന് രാത്രികാലം അമേൻ സ്വതന്ത്രം ദൈവസന്നിധിയിലോട്ട് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കും? അമേൻ സ്വതന്ത്രം കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് ചില ഉടയാതെ കിടക്കുന്ന അമേൻ സ്വതന്ത്രം മാറാതെ കിടക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. ആ വിഗ്രഹങ്ങളെ അമേൻ സ്വതന്ത്രം ഇന്ന് രാത്രികാലം കർത്താവേ അമേൻ ഞാൻ പൊളിക്കുകയാണെന്ന് ഒന്ന് ആത്മാവിൽ പറഞ്ഞാട്ടെ. എൻ്റെ അമേൻ കോപമാകുന്ന വിഗ്രഹം, എൻ്റെ പകയാകുന്ന വിഗ്രഹം, എൻ്റെ ദേഷ്യമാകുന്ന വിഗ്രഹം, മറ്റുള്ളവരോട് ഞാൻ മിണ്ടാത്ത വിഗ്രഹം, മറ്റുള്ളവരോട് ഞാൻ സംസാരിക്കാത്ത വിഗ്രഹം, അമേൻ സ്വതന്ത്രം മൊബൈൽ ഫോണിന്റെ മുന്നിൽ ഞാൻ അടിമയായി പോയ വിഗ്രഹം, ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രിയമുള്ളവരെ, ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവർ പുതിയ സൃഷ്ടിയാകുന്നത് പോലെ അവൻ നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്നൊരു ഭാരമുണ്ടാകട്ടെ. ലോകത്തെക്കുറിച്ച് അമേൻ സ്വതന്ത്രം കർത്താവിനോട് പ്രയോജനപ്പെടുന്ന ഒരു തലമുറയെക്കുറിച്ച്, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാകുന്ന വ്യക്തികളെക്കുറിച്ച് അമേൻ സ്വതന്ത്രം ഒരു ചിന്തയുണ്ടാകട്ടെ. ഒരു കൂട്ടം ആളുകൾ നശിച്ചു പോകുമ്പോൾ അമേൻ നമ്മുടെ അയൽവക്കക്കാര്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ പ്രിയമുള്ളവരെല്ലാം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരിക്കലെങ്കിലും നിനക്ക് യേശുവിനെ കുറിച്ച് എന്നോടൊന്ന് പറയാമായിരുന്നില്ലേ? ഈ രാത്രികാലം എഫെസ്യ ലേഖനത്തിന്റെ തുടക്ക ഭാഗത്ത് അമേൻ സ്വതന്ത്രം ചെയ്യുന്ന നമ്മൾ പരിചയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു വിളിയുണ്ട്, നമുക്കൊരു തിരഞ്ഞെടുപ്പുണ്ട്. ആ വിളിക്ക് വേണ്ടിയിട്ട്, തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ജീവിതത്തിനകത്ത് പലരോടും സുവിശേഷം പറയുവാനുള്ള അവസരമുണ്ടായിട്ടും ഞാൻ ആ സുവിശേഷം പങ്കുവച്ചിട്ടില്ല. പലരോടും ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനുള്ള ഭാഗ്യപദവി ഉണ്ടായിട്ടും കർത്താവെ ഞാൻ മനഃപൂർവ്വമായിട്ട് മാറിപ്പോയിട്ടുണ്ട്. കർത്താവ്, ഈ രാത്രികാലം കർത്താവ് ആ തെറ്റ് ഞാൻ മനസ്സിലാക്കുവാപ്പ. കർത്താവ്, എൻ്റെ ജീവിതത്തിനകത്ത് ഒത്തിരി കുറവുകൾ വന്നു പോയിട്ടുണ്ടപ്പ. എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ വല്ലാതെ വീണ് പോയിട്ടുണ്ടപ്പ. ഈ രാത്രികാലം നമ്മുടെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, വചനം പറയുന്നു തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ്, എൻ്റെ ജീവിതത്തിനകത്ത് തെറ്റുപറ്റിപ്പോയി. കർത്താവ്, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചു. കർത്താവെ, അത് മാനുഷികമായിട്ട് എൻ്റെ നോട്ടത്തിൽ, ഭാവത്തിൽ, ചിന്തകളിൽ, ഹൃദയ നിരൂപണങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ അപ്പായുടെ ഹിതത്തിന് വിപരീതമായിട്ട് പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോയി. കർത്താവെ, ദൈവവചനത്തിന് വിപരീതമായ പല കാര്യങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ആമേൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഹല്ലേലൂയ പറഞ്ഞിട്ടുണ്ട്. കർത്താവെ, അവരെന്ത് ഞങ്ങളെക്കുറിച്ച് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പലരുടെയും കർത്താവെ കൈവെപ്പിന് വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ട്. എന്നാൽ കർത്താവെ, അത് നിയോഗമല്ലാത്ത അമേൻ സ്വതന്ത്രം ഏതെങ്കിലും കൈവെപ്പ് നിമിത്തമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ഏതെങ്കിലും ബന്ധനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അമേൻ സ്വതന്ത്രം അതിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങ് തന്ന അധികാരത്തോട് കൂടിയിട്ട് ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരുടെ അകത്തളങ്ങളിൽ വലിയൊരു ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അമേൻ സ്വതന്ത്രം ചെയ്യുന്നു ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയമുള്ള ഉള്ളിൽ വെളിപ്പെടുമ്പോൾ കർത്താവെ സ്വതന്ത്രം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കാത്ത പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ചലനം വന്നതുപോലെ ഈ രാത്രികാലം ഈ ബൈബിൾ സ്റ്റഡിയുടെ അകത്തായിരിക്കുന്ന ഓരോ പ്രിയമുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അത്യന്തപരമായി വ്യാപരിക്കുന്ന ആ ഒരു ശക്തി അത് വെളിപ്പെടുന്ന രാത്രികാലമായിട്ട് ഈ രാത്രികാലം മാറുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇതിനകത്തൊരു റെസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ സഭകളിനകത്ത് വലിയൊരു മാനസാന്തരം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ദൈവസഭകളിനകത്ത് അത്ഭുതകരമായ ദൈവ പ്രവൃത്തി ഉണ്ടാകട്ടെ. അവൻ ഈ കാലഘട്ടത്തിന്റെ ശബ്ദമായിട്ട് ഒരു കൂട്ടം ആളുകൾ, ഒരു തലമുറ പുറത്തോട്ട് എഴുന്നേറ്റ് വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ വലിയ ദൗത്യത്തിന് വേണ്ടി കർത്താവേ അപ്പ ഞങ്ങളെ തെരഞ്ഞെടുത്ത വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, അമേൻ സ്വതന്ത്രം ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മഹത്തരമായ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളെ നല്ലവനും അമേൻ വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ വിളിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞങ്ങളെ മാന്യനായി കണ്ടിരിക്കുന്ന കർത്താവെ, ഈ രാത്രികാലത്തെ ആദ്യത്തെ ഞങ്ങളുടെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയമുള്ളവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിന്റെ അകത്ത് വലിയൊരു മാറ്റമായിട്ട് ഈ ക്ലാസ് മാറട്ടെ. കർത്താവെ അപ്പ, അങ്ങ് അമേൻ ഇത്രത്തോളം പഠിപ്പിക്കുവാൻ ഇടയാക്കിയതിന് നന്ദി അപ്പ. അടിയന്റെ കഴിവ് കൊണ്ടല്ല, അടിയന്റെ യോഗ്യത കൊണ്ടല്ല,
അപ്പ അമേൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഇടപെട്ട ദൈവിക വചനത്തിന് നന്ദി അപ്പ. അമേൻ സ്തോത്രം വരുന്ന ദിവസങ്ങളിൽ അപ്പ അങ്ങ് അനുവദിച്ചാൽ ഈ ക്ലാസ് വേർഡ് ഞങ്ങൾ മുന്നോട്ടേക്ക് തുടർന്ന് പോകുമ്പോൾ ഓരോ അമേൻ സ്തോത്രം അധ്യായത്തിലൂടെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളോട് ഇടപെടണമേ. ചില കാര്യങ്ങൾക്ക് മാറ്റം വരണം അപ്പ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന വലിയ കൃപകൾക്ക് നന്ദി. സകല മാനവും മഹത്വവും ഞങ്ങളുടെ ദൈവത്തിന്. അങ്ങ് പ്രാർത്ഥന കേട്ട് വലിയവ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ രാത്രികാലത്തെ ബൈബിൾ സ്റ്റഡി ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലൂടെ നമ്മൾ കടക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കട്ടെ. ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ. അങ്ങനെ വരുമ്പോൾ അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നമുക്കുണ്ടാകാം. അല്ലായെങ്കിൽ നമുക്ക് അവിടെ നിത്യതയിലായിരിക്കാം. ഇങ്ങനൊരു അവസരത്തെ നൽകിയ കർത്താവിൻ്റെ ദാസിയോടുള്ള നന്ദിയെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ എൻ്റെ നോട്ട് പ്രിയ കർത്താവിൻ്റെ ദാസിക്ക് അതിന് ശേഷമായിട്ട് അയച്ചു കൊടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. Praise the Lord, praise the Lord. Thank you, Sangal Pastor. Praise the Lord, hallelujah. സ്തോത്രം. ഫിസിൽ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ എന്താ പറയേണ്ടത്, ഒരു ബൈബിൾ ക്ലാസ് എന്നതായിട്ടല്ല. ഹല്ലേലൂയ. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ വളരെ ഒരു ഹല്ലേലൂയ സ്തോത്രം ആലോചനയും അതിനകത്ത് ഹല്ലേലൂയ കേൾക്കുവാൻ ഇടയായി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഹല്ലേലൂയ ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ഒരു ക്ലാസ് ആണിത്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ സ്തോത്രം. തുടർന്നുള്ള ബൈബിൾ ക്ലാസ്സിലും ഹല്ലേലൂയ സ്തോത്രം ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കട്ടെ. എനിക്ക് മനസ്സിലാകുന്നത് ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു ബൈബിൾ ക്ലാസ് മുഖേന ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ള ചില ഹല്ലേലൂയ സ്തോത്രം വേദികൾ ഓപ്പൺ ആയിട്ട് കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ വളരെ ശക്തമായി ഹല്ലേലൂയ സ്തോത്രം വ്യക്തമായിട്ടുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങി. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം അതിന്റെ സ്ക്രീൻ ഇത് കാണിക്കുന്നത് എല്ലാം കൂടെ ആകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനും ഹൃദയത്തിലേക്ക് ആഴത്തിലേക്ക് പതിയുവാനും ഇടയാകുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പല ബൈബിൾ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. അനേക വേദികളും അനേക ഇടങ്ങളും കർത്താവ് ഒരുക്കട്ടെ. അനേക ജീവിതങ്ങൾക്ക് ഈ കാലയളവിൽ ഹല്ലേലൂയ സ്തോത്രം ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ സ്തോത്രം സഭകളുടെ അകത്തളങ്ങളിൽ പ്രസംഗങ്ങളാണ് കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ നാളുകളില് ഹല്ലേലൂയ സ്തോത്രം പല ഉപദേശങ്ങൾ പഠിപ്പിക്കലുകൾ സഭയുടെ അകത്തള